عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ അധ്യക്ഷാവങ്ങളെ, പ്രിയങ്കരനായ സഹപ്രവർത്തകൻ, SKSSF പ്രഗത്ഭനായ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി സത്താർ പന്തല്ലൂർ സാഹിബ്, പ്രിയങ്കരനായ സഹപ്രവർത്തകൻ അബ്ദുസ്സമദ് സാഹിബ് മുട്ടം, ആദരണീയരായ തളിപ്പറമ്പ് ഈസ്റ്റ് റേഞ്ച് ജമീയത്തുൽ മുഅല്ലിമീന്റെ ആദരണീയരായ സാരഥികളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഈ വാർഷിക മഹാസമ്മേളനത്തെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, മുഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി യുവജന സംഘത്തിന്റെയും SKSSFന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും ഒക്കെ കർമ്മനിരതരായ പ്രവർത്തകരെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഏറ്റുവാങ്ങി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്കൃഷ്ട വിഭാഗമാണ് നാം കേരളീയ മുസ്ലിം സുഹൃത്തുക്കൾ. 1920കളിൽ കേരളത്തിന്റെ മഹത്തായ ഇസ്ലാമിക പൈതൃകവും പാരമ്പര്യവും ഭേദഗതികൾക്ക് വിധേയമാക്കണമെന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ തികച്ചും വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ രീതിയിൽ അത് പ്രതിരോധിക്കാനും ദീനിന്റെ യഥാർത്ഥ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും മുസ്ലിം മനസ്സുകൾ ഉറപ്പിച്ചു നിർത്താനും വളരെ ഭദ്രമായി സംവിധാനത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ സംഘം സ്ഥാപിച്ച മഹാന്മാർ ഏറെ ബറക്കത്തുള്ളവരായതുകൊണ്ട് തന്നെ അതിന്റെ സൽഫലം ഈ 9 പതിറ്റാണ്ട് കാലം കേരളീയ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ചില്ലറ കാര്യമല്ല. ഈ ശക്തമായ പ്രതിരോധ നിര അന്ന് മഹാന്മാരായ നമ്മുടെ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ഉലമാക്കളും സാദാത്തുക്കളും പടുത്തുയർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം വെച്ച് മുസ്ലിം സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബിദഅഈ പ്രസ്ഥാനങ്ങൾ സുന്നത്ത് ജമാഅത്തിനെ വെട്ടിമാറ്റി എന്നോ ആധിപത്യം സ്ഥാപിക്കേണ്ടതായിരുന്നു. പടച്ച റബ്ബിന്റെ ഉദാരമായ അനുഗ്രഹം കൊണ്ട്, മഹാത്മാക്കളുടെ പ്രവർത്തന ഫലവും ബറക്കത്തും കൊണ്ട് നാം ഇന്നും അജയ്യമായി മുന്നോട്ട് ഗമിക്കുകയാണ്. ഈ മഹത്തായ സംവിധാനം ഇന്നിവിടെ സംഘടിപ്പിച്ചത് തളിപ്പറമ്പ് ഈസ്റ്റ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ കമ്മിറ്റിയുടെ വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതുപോലെ 417 റേഞ്ചുകൾ
നിങ്ങളൊരു നിമിഷം ചിന്തിച്ചു നോക്ക്. 417 റേഞ്ചുകൾ വ്യവസ്ഥാപിതമായി കേരളത്തിനകത്തും പുറത്തുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയിലെ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിലെ പുതിയ മദ്രസകളുടെ കണക്ക് കൂടി ചേർത്ത് നോക്കിയാൽ 9503 മദ്രസകൾക്കായി സമസ്തയുടെ അംഗീകാരം. എത്ര സുന്ദരമായ നിലയിലാണ് ഈ മദ്രസ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്രസ പഠനം കഴിഞ്ഞാൽ, സ്കൂൾ പഠനം കഴിഞ്ഞാൽ വിശാലമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയും PGയും ഒക്കെ നേടിക്കൊണ്ട് തന്നെ മതപരമായ വിഷയങ്ങൾ അഗാധമായ പാണ്ഡിത്യം നേടാൻ അർഹത നേടിക്കൊടുക്കാൻ സാധിക്കുന്ന ഹുദവി, വാഫി, ആധുനിക ഫൈസി, ദാരിമി, റഹ്മാനി, അസ്ആദി തുടങ്ങിയ വ്യത്യസ്ത മത സ്ഥാപനങ്ങളിൽ നിന്നായി പ്രതിവർഷം 1000-ൽ പരം യുവ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മരംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇത്രമാത്രം നമ്മൾ വികാസം പ്രാപിക്കാം? ഒരു സംശയവും വേണ്ട. ഈ മഹത്തായ സംവിധാനത്തിന് തുടക്കം കുറിച്ച മഹാത്മാക്കളുടെ ആ പുണ്യം, ആ ബറക്കത്ത്, ആ മഹത്വം അത് തന്നെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത് തന്നെ അല്ലാഹുവിലുള്ള വിശ്വാസം അത് അചഞ്ചലമായ നിലയിൽ, സത്യസന്ധമായ നിലയിൽ, ഒരു ഭേദഗതിയും അനുവദിക്കാത്ത വിധം കണിശമായ നിലയിൽ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുക എന്നതാണ്. അതിന്റെ ഭാഗമാണ് ഈ ബറക്കത്ത്. ലോകത്തെ അഖില പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പഠിപ്പിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യ സമൂഹമേ, ഈ പ്രപഞ്ചത്തിന്റെ അധിപതി, ഇതിന്റെ ശില്പി, ഇതിന്റെ രാജാതിരാജനായ, ഈ ലോകത്തെ സകലമായ കാര്യങ്ങളും അനിമിഷം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സർവജ്ഞനായ, സർവശക്തനായ ഒരേ ഒരു ദൈവം, ഒരേ ഒരു അല്ലാഹു മാത്രമാണ് നിങ്ങൾക്ക് ദൈവമായി, ഇലാഹായി, മഴപുറായി അംഗീകരിക്കാനുള്ളതെന്ന അടിസ്ഥാനപരമായ ആശയമായിരുന്നു. ഈ ആശയം തന്നെയാണ് ഇസ്ലാമിന്റെ ആണിക്കല്ല്. അതാണ് അഖില പ്രവാചകന്മാരും അഖില കാലങ്ങളിലും പഠിപ്പിച്ച അടിസ്ഥാന ആദർശം. എന്താണ് ഈ തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം? ഈ സംശുദ്ധമായ വചനത്തിന്റെ അർത്ഥം എന്താണ്? വളരെ ഗാംഭീര്യമുള്ള, വളരെ ഉജ്ജ്വലമായ ഒരു ആദർശം, ഒരാശയത്തിന്റെ വാക്യമാണല്ലോ ഇത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകരെ, അങ്ങേക്ക് മുമ്പ് എവിടെയൊക്കെ നമ്മൾ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ മുർസലീങ്ങൾ നിയോഗിച്ചിട്ടുണ്ടോ, അവരൊക്കെ പഠിപ്പിച്ച അടിസ്ഥാനപരമായ ആദർശം ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ഫഅബ്ദൂൻ, ഇബാദത്ത് എനിക്ക് മാത്രം എന്ന അടിസ്ഥാന സന്ദേശമായിരുന്നു, ആദർശമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ച അടിസ്ഥാന ആദർശം ഇത് തന്നെയാണല്ലോ. ഈ ഒരു ആദർശവാക്യം അംഗീകരിക്കാൻ എന്തേ ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾക്ക് ഇത്ര പ്രയാസം? അതിന്റെ കാതലായ അർത്ഥമാണ് അതിന്റെ ഗൗരവം പൂരിപ്പിക്കുന്നത്, വ്യക്തമാക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സംശുദ്ധമായ വചനത്തിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, പരമമായ താഴ്മയും വിനയവും അർപ്പിക്കപ്പെടാൻ അർഹൻ അല്ലാഹുവേ നീ മാത്രം എന്നാണ്. വിശുദ്ധ ഖുർആന്റെ സകലമായ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ, വിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങളുടെ സകലമായ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ, സച്ചരിതരായ മുൻഗാമികളായ ഇമാമുകളുടെ വിശദീകരണങ്ങൾ പരിശോധിച്ചാൽ, അവരൊക്കെ ഏകകണ്ഠമായി അംഗീകരിക്കുന്ന അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരമമായി താഴ്മയും വിനയവും അർപ്പിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമെന്ന വിശുദ്ധമായ ആദർശമാണ്, ആശയമാണ്. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? ലോകത്ത് നടക്കുന്ന സകലമായ കാര്യങ്ങളും, ലോകത്ത് നടക്കുന്ന ചെറിയ കാര്യങ്ങളാകട്ടെ വലിയ കാര്യങ്ങളാകട്ടെ, ഭൗതിക കാര്യങ്ങളാകട്ടെ അഭൗതിക കാര്യങ്ങളാകട്ടെ, തെളിഞ്ഞ കാര്യങ്ങളാകട്ടെ മറഞ്ഞ കാര്യങ്ങളാകട്ടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായ കാര്യങ്ങളാകട്ടെ അതീതമായ കാര്യങ്ങളാകട്ടെ, ലോകത്ത് നടക്കുന്ന സകലമായ കാര്യങ്ങളും ആത്യന്തികമായി കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവൻ ഒരാൾ മാത്രമാണ് അല്ലാഹു. അല്ലാഹുവിനെ മറികടന്നുകൊണ്ട്, അല്ലാഹുവിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി, അല്ലാഹുവിന്റെ അംഗീകാരത്തിന് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി
ലോകത്തൊരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത് മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യരാകട്ടെ, ലോകത്തെ ഏത് സൃഷ്ടിജാലങ്ങളാകട്ടെ, ലോകം മുഴുവൻ സംഘടിച്ചാലും അവർ മുഴുവൻ ഒത്തുകൂടിയാലും ലാ യുഹർരികൂൻ, അവർക്ക് ഒരു വസ്തുവിനെ പോലും വെക്കാൻ, ഒന്ന് ചലിപ്പിക്കാൻ, ഒന്ന് അനക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ ബില്ലാഹി തആല, പടച്ച റബ്ബിന്റെ പിൻബലമില്ലാതെ, പടച്ച റബ്ബിനെ ആശ്രയിക്കാതെ ഏത് കാര്യങ്ങളെയും ആത്യന്തികമായി കൈകാര്യം ചെയ്യുന്ന പരമാധികാരം റബ്ബിന്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. ഞാനിത് പറയുമ്പോൾ എന്റെ ഓരോ വാക്കുകൾ പറയണമെങ്കിലും പടച്ച റബ്ബിന്റെ അനുഗ്രഹത്തിന് വിധേയനാണ് ഞാൻ. പടച്ച റബ്ബ് വിചാരിച്ചിട്ടില്ലെങ്കിൽ, പടച്ച റബ്ബ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, പടച്ച റബ്ബ് കഴിവ് തരുന്നില്ലെങ്കിൽ, പടച്ച റബ്ബിന് താല്പര്യമില്ലെങ്കിൽ ഒരക്ഷരം എനിക്ക് പറയാൻ കഴിയില്ല, ഒരക്ഷരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ലോകത്തെ ഏതേത് നിസ്സാര കാര്യങ്ങളും പടച്ച റബ്ബിന്റെ കയ്യിൽ മാത്രമാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. നാം അനുഭവിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളും, ഒരു നേരം ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടുന്നത്, അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നത്, ആ ശ്വാസം ശ്വസിച്ച് പുറത്തേക്ക് വിടാൻ കഴിയുന്നത് എല്ലാ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, റബ്ബിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ്. മനുഷ്യന് സ്വതന്ത്രമായ ഒരു കഴിവുമില്ല. എല്ലാ അനുഗ്രഹങ്ങളും റബ്ബിന്റെ കയ്യിൽ നിന്ന് മാത്രം. മനുഷ്യരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളും, ഏത് നിസ്സാരമായ കാര്യങ്ങളും, ഭൗതികം അഭൗതികം എന്ന വേർതിരിവില്ല. സകലമായ അനുഗ്രഹങ്ങളും പടച്ച റബ്ബിൽ നിന്ന് മാത്രമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ആത്യന്തികമായി അങ്ങേയറ്റം താഴ്മ കാണിക്കാൻ അർഹൻ പടച്ച റബ്ബ് മാത്രമാണ്. എനിക്ക് ഉപകാരം ചെയ്തു തരുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്റെ ഗുരുവര്യന്മാരുടെ എനിക്ക് കടപ്പാടുണ്ട്, ഉപകാരം ചെയ്തു തരാറുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് എനിക്ക് ഉപകാരം ചെയ്തു തരാറുണ്ട്. സമ്പന്നരായ ആളുകൾ എന്നെ സഹായിക്കാറുണ്ട്, ഡോക്ടർമാർ എന്നെ സഹായിക്കാറുണ്ട്, ഔലിയാക്കൾ എന്നെ സഹായിക്കാറുണ്ട്, അമ്പിയാക്കൾ എന്നെ സഹായിക്കാറുണ്ട്, ലോകത്തെ മഹാത്മാക്കൾ എന്നെ കണക്കെടുക്കാറുണ്ട്. പക്ഷെ അവരെ കുറിച്ചൊക്കെ എന്റെ വിശ്വാസം അവർ റബ്ബിന്റെ സൃഷ്ടികളാണ്. പടച്ചറബ് വിചാരിച്ചതല്ലാതെ, പടച്ചറബിന്റെ താല്പര്യത്തിന് വിധേയമായിട്ടല്ലാതെ, പടച്ചറബിന്റെ അനുഗ്രഹത്തിന് വിധേയമായിട്ടല്ലാതെ, പടച്ചറബിന്റെ ഇഷ്ടത്തോടുകൂടിയല്ലാതെ ഇവർക്കാർക്കും ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അങ്ങേയറ്റം താഴ്മ കാണിക്കപ്പെടാൻ ഇവരാരും അർഹരല്ല. എന്തുകൊണ്ട് അങ്ങേയറ്റം താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അവർക്കൊക്കെ കഴിവ് നൽകുന്ന സർവതന്ത്ര സ്വതന്ത്രനായി, ആരെയും ആശ്രയിക്കാതെ, ആരുടെ ഇടപെടലുകൾക്കും വിധേയമാകാതെ, ആരുടെ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ, തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്നവൻ രാജാതിരാജനായ അല്ലാഹ് നീ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് പരമമായ എന്റെ താഴ്മ കാണിക്കപ്പെടുന്ന അർഹൻ റബ്ബേ നീ മാത്രമാണ് എന്ന ഉജ്ജ്വലമായ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ആശയം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ആശയം. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കാരത്തിനായി വരൂ എന്ന് വിളിച്ചു പറയുമ്പോൾ ഹയ്യാലൽ ഫലാഹ്, വിജയത്തിനായി വരൂ എന്ന് വിളിച്ചു പറയുന്ന സമയത്ത് കൃത്യമായി അറബി നിയമപ്രകാരം ലബ്ബൈക വസഅദൈക, ഞാൻ വരാം എന്ന മറുപടി പറയേണ്ട. പക്ഷെ അങ്ങനെ മറുപടി പറയാൻ അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ല, അള്ളാഹുന്റെ റസൂൽ നിർദ്ദേശിച്ചില്ല. മറിച്ച് പറയാൻ നിർദ്ദേശിച്ചത് ലാ ഹൗല, അള്ളാഹുവെ വരാൻ കഴിയില്ല എന്നാണ്. വലാ ഖുവത, റബ്ബേ വരാൻ എനിക്ക് ശക്തിയില്ല എന്നാണ്. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അജയ്യനായ അള്ളാഹ് എനിക്ക് പള്ളിയിൽ വരാനുള്ള താല്പര്യമുണ്ട്. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ, ഭൗതിക സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്റെ അവയവങ്ങളൊക്കെ സുരക്ഷിതമാണ്. ആ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്റെ പള്ളിയിലേക്ക് എനിക്ക് വരാൻ, ഡ്രസ്സ് മാറ്റാൻ, എനിക്ക് വദൂ ചെയ്യാൻ, എനിക്ക് നടന്നു വരാൻ ലാ ഹൗല, എനിക്ക് കഴിയില്ല. വലാ ഖുവത, ശക്തിയില്ല. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അത്യുന്നതവും മഹാനവുമായ അല്ലാഹ് നീ കഴിവ് തന്നാലല്ലാതെ. അപ്പൊ ഈ പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള സൗകര്യത്തിന് ഒരു പരമമായി താഴ്മ കാണിക്കാൻ അർഹൻ ഞാൻ അല്ലാഹുവിനോട് മാത്രമാണ്. ഏതേത് വിഷയങ്ങളിലും ഫൈനൽ തീർപ്പ് കൽപ്പിക്കുന്നത്, ഓരോ നിമിഷത്തും നമ്മുടെ കാര്യങ്ങൾ കൈയാളുന്നത്, കൈകാര്യം ചെയ്യുന്നത് അല്ലാഹുവാണ്. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ നീ മാത്രമാണ്. എന്റെ ഏത് കാര്യങ്ങളും ഇവരാര് വിചാരിച്ചാലും അവർക്ക് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയില്ല. നീയുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, നീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീയാണ് പരമാധികാരി, നീയാണ് ഫൈനൽ തീർപ്പ് കൽപ്പിക്കേണ്ടവൻ. നിന്റെ തൃപ്തിക്ക് വിധേയമായിട്ടല്ലാതെ, നിന്റെ താല്പര്യത്തിന് വിധേയമായിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന സംശുദ്ധമായ വിശ്വാസം. അതെത്ര ഉജ്ജ്വലമായ വിശ്വാസമാണ്. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ വജ്ജഹത്തുൽ നമ്മളതാണ് പറയുന്നത്. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഫാത്തിഹയിൽ നമ്മളതാണ് പറയുന്നത്. നിസ്കാരം കഴിഞ്ഞാൽ ദിക്ർ നമ്മളതാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീയല്ലാതെ പരമമായ എന്റെ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ ഒരാളുമില്ല. ഉജ്ജ്വലമായ ആശയം,
വഹദഹു, നീ മാത്രം, ലാ ശരീക ലഹു, നിനക്ക് ഷെയറുകാരൻ ഒരു വിഷയത്തിലും ഒരാളുമില്ല. നീയാണ് ലോകത്തെ സകലമായ കാര്യങ്ങളും കൈയാളുന്നത്. യുഹീ, നീയാണ് ജീവിപ്പിക്കുന്നവൻ, വയുമീത്, നീയാണ് മരിപ്പിക്കുന്നവൻ, ബിയദിഹിൽ ഖൈർ, റബ്ബേ സകലമായ നന്മകളും എന്റെ കയ്യിൽ മാത്രമാണ്. ആര് വിചാരിച്ചാലും എനിക്ക് നന്മ നേടിത്തരാൻ കഴിയില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവേ നീയാകട്ടെ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നോക്ക് നിങ്ങൾ, ഈ സംശുദ്ധമായ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ആശയം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ നൽകാൻ വിചാരിച്ച കാര്യത്തെ തടഞ്ഞു വെക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. എനിക്ക് ഇന്നത്തെ രാത്രിയിൽ 10 രൂപ കിട്ടണമെന്നാണ് തീരുമാനിച്ചത്. നിങ്ങൾ തളിപ്പറമ്പ് റേഞ്ച് മുഴുവൻ തീരുമാനിച്ചു എനിക്കൊരു 10 രൂപ കിട്ടണ്ടായെന്ന്. എന്നല്ല കേരളത്തിലെ മുഴുവൻ ആളുകളും വിചാരിച്ചു, എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ ആളുകളും വിചാരിച്ചു. ലോകത്തെ മുഴുവൻ ആളുകളും എന്നെ തടഞ്ഞു നിർത്താൻ ഒറ്റക്ക് റൂമിൽ തടച്ചിട്ടു. എനിക്കിന്ന് 10 രൂപ കിട്ടരുത് വിചാരിച്ചാലും ലാ മാനിയ, ഒരാൾക്കും കഴിയില്ല. നിമാഴത്തീത്ത, അല്ല തരാൻ വിചാരിച്ച 10 രൂപ എന്റെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും. പരമാധികാരി അല്ലാഹുവാണ്. വലാ മുഴുത്തിയനുമാ മനഴ്ത്ത, അല്ലാഹുവേ നീ വേണ്ടെന്ന് വെച്ച കാര്യം നേടിത്തരാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. എത്ര സംശുദ്ധമായ ആദർശം! അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ റബ്ബേ നീ മാത്രം. എന്തുകൊണ്ട്? പരമമായ അനുഗ്രഹം നിന്റെ കയ്യിൽ നിന്ന് മാത്രമാണ്. പരമമായി എനിക്ക് ആപത്ത് വരുത്തി വെക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ്. ലോകം മുഴുവൻ സംഘടിച്ചു എനിക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ. പടച്ച റബ്ബ് വിചാരിച്ചിട്ടില്ലെങ്കിൽ ആരെന്തൊക്കെ ഗൂഢാലോചന നടത്തിയാലും, ആരെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും, ആരെന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും അവർക്കാർക്കും ഒന്നും ചെയ്തു വെക്കാൻ സാധ്യമല്ല. നിയന്ത്രണം റബ്ബിന്റെ കയ്യിലാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരമമായ എന്റെ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അല്ലാഹുവേ നീ മാത്രമെന്ന ആ ഉന്നതമായ ആശയം മനസ്സിൽ തറച്ചു നിൽക്കുന്നത്. ഇതാണ് തൗഹീദ്. ഇതാണ് സംശുദ്ധമായ തൗഹീദ്. എന്റെ സുഹൃത്തുക്കളെ, ഈ സംശുദ്ധമായ തൗഹീദിന്റെ ഭാഗമാണ് അല്ലാഹുവിന്റെ മഹാത്മാക്കളായ ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ വിശ്വസിക്കലും തൗഹീദിന്റെ ഭാഗമാണ്. അത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമേ മനുഷ്യർ ചെയ്യാൻ സാധിക്കൂ. ആ ഭൗതികമായ കാര്യങ്ങൾ മനുഷ്യർ ചെയ്യാൻ സാധിക്കില്ല. തെളിഞ്ഞ കാര്യങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. മറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥമെന്ന് കൃത്രിമമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു വെച്ചതിന്റെ പേരിലാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഈ ഭിന്നിപ്പുകളും, ഈ തകർച്ചകളും, ഈ കുഫ്രാരോപണങ്ങളും, ഈ ശിർക്കാരോപണം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തെളിവിന്റെ ഈ അർത്ഥത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുന്ന അല്ലാഹുവേ നീ മാത്രമെന്ന ഈ കൃത്രിമമായ അർത്ഥത്തിന് 14 നൂറ്റാണ്ടുകാലത്തെ ഇസ്ലാമിക ലോക ചരിത്രത്തിൽ ഒരു മഹാനായ ഇമാമിന്റെ പോലും, ഖുർആനും ഹദീസും പോകട്ടെ, ഒരു ഖുർആൻ വ്യാഖ്യാതാവിന്റെ ഒരു ഉദ്ധരണി പോലും ചരിത്രത്തിൽ ഉദ്ധരിക്കാൻ സാധ്യമല്ല. ഇത് കൃത്രിമമായ അത്തലിക അർത്ഥത്തിൽ എന്ത് വഹിക്കാണത്? മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. അതിന് ഔജ്ജല്യമുണ്ടോ? അതിന് ഗാംഭീര്യമുണ്ടോ? മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുന്ന എത്ര സൃഷ്ടികളുടെ ജിന്നുകൾ ചെയ്യുന്നില്ലേ? പിശാചുകൾ ചെയ്യുന്നില്ലേ? മലക്കുകൾ ചെയ്യുന്നില്ലേ? മറഞ്ഞ വഴിക്ക് ഉപദ്രവം വരുത്തി വെക്കുന്ന ഏതൊക്കെ സൃഷ്ടികളുണ്ട് ഇവിടെ? മറഞ്ഞ വഴിക്കല്ല, മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നു എന്നാണ് അള്ളാന്റെ പ്രത്യേകത. എത്ര നിസ്സാരമായ അർത്ഥമാണ്! തൗഹീദിന്റെ വചനം എത്ര സങ്കുചിതമായി ചുരുക്കിക്കളയലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ സംശുദ്ധമായ ആശയം എല്ലാ കാര്യങ്ങളിലും ആത്യന്തികമായി സകലമായ അനുഗ്രഹങ്ങളെയും സകലമായ പ്രശ്നങ്ങളുടെയും കൈകാര്യം ചെയ്യുന്ന അന്തിമ ശക്തി രാജാതിരാജനായ അല്ലാഹ് നീ മാത്രം. അതുകൊണ്ട് പരമമായി നിന്റെ മുമ്പിൽ മാത്രമേ താഴ്മ കാണിക്കപ്പെടാൻ അർഹതയുള്ളൂ എന്ന ആ സംശുദ്ധമായ ആശയം അത് മനസ്സിൽ വെക്കുമ്പോഴാണ് ഈ തൗഹീദിന്റെ വചനത്തിന് ഗാംഭീര്യം. അതാ മയ്യിത്തിനെ കൊണ്ടുപോകുമ്പോ മനസ്സിന് ഗാംഭീര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഏതേത് കാര്യങ്ങളിലും പരമമായി താഴ്മ കാണിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഒരു ശക്തിയില്ല. നേരത്തെ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുന്നവൻ അല്ലാഹ് നീ മാത്രമാണ് എന്ന് പറഞ്ഞ ആ തൗഹീദിന്റെ വചനത്തിന് എന്ത് ഗാംഭീര്യമുള്ളത്, എന്ത് ഔചര്യമുള്ളത്, എന്ത് ആശയ സ്ഫുടതയാണുള്ളത്? ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സംശുദ്ധമായി ഈ 14 നൂറ്റാണ്ടുകാലം ഇസ്ലാമികവും കൈമാറിപ്പന്ന ഈ ആദർശമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത്. ആ ആദർശത്തിന്റെ ആശയത്തിന്റെ ബാക്കി ഭാഗമാണ് അല്ലാഹു സൃഷ്ടികൾക്ക് നൽകുന്ന സകലമായ അനുഗ്രഹങ്ങളും പ്രത്യേകതകളും അംഗീകരിച്ചു കൊടുക്കുക. സകലമായ കഴിവുകളും അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് സൃഷ്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ സ്വതന്ത്രമല്ല, റബ്ബിന്റെ അനുഗ്രഹത്തിന് വിധേയമാണ്. നമുക്കൊക്കെ കഴിവുകളുണ്ട്. നമ്മുടെ മക്കൾക്ക് കഴിവുകളുണ്ട്,
നമ്മുടെ ആളുകൾക്ക് വിവിധ കഴിവുകളുണ്ട്. പക്ഷേ ഈ കഴിവുകളൊക്കെ ഓരോ സെക്കൻഡിലും ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ പരമാധികാരം റബ്ബിന്റെ കയ്യിലാണ്. അപ്പൊ ആ കഴിവുകളിലും ആ ആൾക്കല്ല പരമാധികാരം, റബ്ബിനാണ് പരമാധികാരം എന്നതുകൊണ്ട് പരമമായി നമ്മൾ താഴ്മ കാണിക്കാൻ അല്ലാഹുവിനോട് മാത്രം. യഥാർത്ഥത്തിൽ അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രമാണ് ഞങ്ങൾ പരമമായി താഴ്മർപ്പിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രമാണ് നിങ്ങൾ ആത്യന്തികമായി സഹായം തേടുന്നത്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. എന്താ, അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ സഹായം ചോദിക്കുന്നത്? അല്ലല്ലോ, സൃഷ്ടികളോട് ചോദിക്കുന്നുണ്ടല്ലോ. സമ്പന്ന സഹായം ചോദിക്കുന്നില്ലേ? അപ്പോഴും ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രമാണ് ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഡോക്ടർമാരോട് സഹായം ചോദിക്കുന്നില്ലേ? ഉദ്യോഗസ്ഥന്മാരോട് സഹായം ചോദിക്കുന്നില്ലേ? മഹാത്മാക്കളോട് സഹായം പ്രതീക്ഷിക്കുന്നില്ലേ? അപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ, എന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു, ശരിയാണ് ആ പറഞ്ഞതർത്ഥം. അല്ലാഹുവിനോട് മാത്രം തന്നെ സഹായം ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ഒരു സമ്പന്നനോട് ഞാൻ സഹായം ചോദിക്കുമ്പോൾ, എന്റെ മകളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, 25 പവൻ കൊടുക്കണം, എന്റെ കൈവശം ഇപ്പൊ പണം കുറവാണ്, മോന് ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, മോന് പണം അയച്ചാൽ ഞാൻ തീർച്ചയായും കടം വീട്ടും, ആദ്യമേ എനിക്കൊരു സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവനെന്നെ സഹായിക്കും. ഞാൻ താഴ്മ കാണിക്കുമ്പോൾ സഹായം കാണിക്കാൻ അർഹനാണ്. താഴ്മയും കാണിക്കും, സഹായം ചോദിക്കും ചെയ്യും. പക്ഷേ ഈ താഴ്മ കാണിക്കൽ പരമമായ താഴ്മയല്ല. ഈ സഹായിക്കൽ യഥാർത്ഥത്തിൽ ആത്യന്തികമായ സഹായമല്ല. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടറിയാം, ഈ സഹായിക്കുന്ന ധനികനുണ്ടല്ലോ, ഈ സമ്പന്നുണ്ടല്ലോ, അത് സഹായിക്കണം എന്ന് വിചാരിച്ചാൽ സ്വതന്ത്രമാക്കെന്നെ സഹായിക്കാൻ കഴിയില്ല. പടച്ചറപ്പ് അനുഗ്രഹമാണ് കയ്യിൽ കൊടുത്തല്ലാതെ, പടച്ചറപ്പാണ് വിഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിലല്ലാതെ, പടച്ചറപ്പാണ് കയ്യിൽ പണം കൊടുത്താലല്ലാതെ എനിക്കാൾക്ക് സഹായിക്കാൻ കഴിയില്ല. അപ്പൊ സഹായിക്കുന്ന യഥാർത്ഥത്തിൽ യാരോടാണെങ്കിലും ആത്യന്തികമായി പടച്ചറപ്പിനോടാണ്. റബ്ബ് വിചാരിച്ചാലേ എന്നെ അയാൾക്ക് സഹായിക്കാൻ സാധിക്കൂ. അപ്പൊ ഞാൻ താഴ്മ കാണിക്കുന്നുണ്ട് ആ ധനികന് മുന്നിൽ ചെല്ലുമ്പോ. പരമമായ താഴ്മയല്ല. അപ്പോഴും എന്റെ മനസ്സിന്റെ ഭാവം, അല്ലാഹ്, നീ വിചാരിച്ചത് നടക്കും. ഇയാളെ കൊണ്ടാണ് തരാൻ വിചാരിച്ചതെങ്കിൽ നീ ഇയാൾക്ക്, അല്ലെങ്കിൽ അല്ലാഹ് എവിടെ വഴി കാണിച്ചു തരാം. പടച്ചറപ്പിന്റെ കാര്യങ്ങളെ കടിഞ്ഞാണ്. ഇതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, ഇബാദത്ത് നിനക്ക് മാത്രം, പരമമായ താഴ്മ നിനക്ക് മാത്രമാണ് നിങ്ങൾ അർപ്പിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, ആരോടൊക്കെ ചോദിച്ചാലും ആത്യന്തികമായി എന്നോട് മാത്രമാണ് സകലമായ കാര്യങ്ങൾ സഹായം ചോദിക്കുന്നത്. അത് ഭൗതിക കാര്യത്തിൽ മാത്രമല്ല, അഭൗതിക കാര്യത്തിൽ മാത്രമല്ല, മറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല, തെളിഞ്ഞ കാര്യത്തിൽ മാത്രമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായ കാര്യത്തിൽ മാത്രമല്ല, അതീതമായ കാര്യത്തിൽ മാത്രമല്ല, ഏതേത് കാര്യങ്ങളും ഫൈനൽ ആത്മാർത്ഥമായി ആത്യന്തികമായി റബ്ബേ എന്നോട് ചോദിക്കുന്നത്. എന്റെ സഹായം കിട്ടിയാൽ എനിക്ക് ആ കാര്യം നടപ്പാക്കാൻ സാധിക്കും. ഈ സംശുദ്ധമായ ആശയം ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. ഇത് തന്നെയാണ് പ്രവാചകരുടെ സുന്നത്ത് പഠിപ്പിച്ചത്. ഇത് തന്നെയാണ് മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളായ ഇമാമുകൾ പഠിപ്പിച്ചത്. അതാണ് ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് ലിമിറ്റ് ഒതുക്കി അതിന്റെ അപ്പുറത്ത് മനുഷ്യൻ ഇടപെടാൻ സാധിക്കില്ല എന്ന് പറയുന്നതൊക്കെ ശരിക്ക് പറഞ്ഞാൽ ശുദ്ധമായ വിവരക്കാണ്. അതല്ലേ ഈ മുജാഹിദിന്റെ തമ്മിലടി? എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ. അൽ ഇസ്വാബ ഫി തംയീസ് സഹാബ, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിന്റെ ആധികാരികമായ സ്വഹാബത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ചരിത്രഗ്രന്ഥം 3-ാം വാല്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന പ്രഗത്ഭനായ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നു. വജ്ജഹ ഉമർ ജയ്ഷൻ, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു സൈനിക സംഘത്തെ നിയോഗിച്ചു. നഹാവന്ത് എന്ന മദീനയിൽ നിന്ന് അതിവിദൂരമായ ദിക്കിൽ കിടക്കുന്ന പ്രദേശത്തേക്ക് ഒരു സൈനിക സംഘത്തെ നിയോഗിച്ചു. വറഅസ അലൈഹി റജുലൻ യുഖാലുഹു സാരിയ, ഈ സൈനിക സംഘത്തിന്റെ ലീഡറായി സാരിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു പ്രമുഖനായ മഹാനെ എന്റെ പ്രിയപ്പെട്ട പിതാവ് നിയോഗിച്ചു. അവർ യാത്ര തിരിച്ചു. യുദ്ധസംഘം കടന്നുപോയി. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, ദിവസങ്ങൾ പിന്നിട്ടു. അതിനിടയിൽ ഒരു ദിവസം ഫൈനമായ ഉമർ, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ ആ ഖുത്ബയുടെ ഇടയിൽ അദ്ദേഹം വിളിച്ചു പറയുന്നു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ, എന്റെ സാരിയ, പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്കണം, മാറി നിൽക്കണം, മാറി നിൽക്കണം, ഇവിടെ വെച്ച് യുദ്ധം ചെയ്യണം, ഒരുമിച്ച് നിൽക്കണം, ഇങ്ങോട്ട് മാറി നിൽക്കുകയെന്ന്. ആളുകൾ അന്താളിച്ചു പോയി. സാരി എത്ര ദിവസമായി നാട് വിട്ടിട്ട്? സാരിയും വലിയൊരു സൈനിക സംഘവും യുദ്ധത്തിന് പോയതല്ലേ? എന്താണ് ഉമർ തങ്ങൾ വിളിച്ചു പറയുന്നത്? ദിവസങ്ങൾ മഹാനായ സാരി റളിയല്ലാഹു അൻഹു ദൂതനെ പറഞ്ഞു വിടുന്നു ഇങ്ങോട്ടേക്ക്. ആ ദൂതൻ ഉമർ ഫാറൂഖ് തങ്ങളെ കണ്ടിട്ട് സലാം പറയുന്നു. ഉമർ ഫാറൂഖ് വിശേഷം ചോദിക്കുന്നു. ആ ദൂതൻ പറയുന്നു, മഹാനായ അമീറുൽ മുഅ്മിനീൻ
ഞങ്ങൾ പരാജയത്തിന്റെ വക്കിലായിരുന്നു. ആ ഘട്ടത്തിലാണെങ്കിൽ ഞങ്ങളുടെ ലീഡറെ വിളിച്ചു പറഞ്ഞത്, യാ സാരിയാൽ ജബല്ലൽ ജബല്ലബൽ, പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിന്ന് ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യണം, അപകടകരമായ ഭാഗത്താണ് നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഒരുമിച്ച് കൂട്ടം ചേർന്ന് മാറി നിന്ന് യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ പരാജയത്തിന്റെ വക്കിലായിരുന്നെങ്കിലും ഫഹസംനാഹും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അല്ലാഹ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഇതാ ഞങ്ങൾ എന്ത് ചെയ്തു, യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു. അവർ വരുന്നേ ഉള്ളൂ, എന്നെ മുൻകൂട്ടി സന്തോഷ വാർത്ത അറിയിക്കാൻ സാരിയ റളിയല്ലാഹു അൻഹു നിയോഗിച്ചതാണെന്ന് പറയുന്നു. നോക്കുക, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇടപെടുന്നു. അവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നു. പക്ഷെ ആത്യന്തികമായി ഫഹസംനാഹും ബിഇദ്നില്ലാഹ്, പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അവരെ വിജയിപ്പിക്കാൻ പരാജയപ്പെടുത്താൻ സാധിക്കും. ഇതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠങ്ങൾ സഹോദരന്മാരെ. നമ്മുടെ മനസ്സിന്റെ വിശ്വാസം, മനസ്സിന്റെ ഭാവം, മനസ്സിന്റെ ചിന്ത ഇതാണ്. പരമമായി ആരാണോ നമുക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് സിമ്പിളായി ചെയ്യുന്ന കാര്യമാണ്. അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, മരണാനന്തരവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടും. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. തഫ്സീർ റാസിയിൽ ഉദ്ധരിക്കുന്നു, വലമ്മാ ഹുമില ജനാസത്തുഹു റളിയല്ലാഹു അൻഹു, മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ജനാസ നബി തങ്ങളുടെ റൗളയുടെ മുന്നിലെത്തിയപ്പോൾ, തങ്ങളുടെ റൗള ശരീഫിൽ തങ്ങളുടെ ഖബറിന്റെ തൊട്ടരികിലാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ കുഴിച്ചു റെഡി. ആ ജനാസ വഹിച്ചുകൊണ്ട് 10,000 സ്വഹാബിവരന്മാർ ഇതാ തങ്ങളുടെ റൗളയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ റൗളയുടെ മുന്നിലെത്തിയപ്പോൾ ഒരശരീരി കഥയല്ല, തഫ്സീർ റാസി ഇമാം റാസി ഉദ്ധരിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറും ബിൽ ബാബ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾക്ക് സലാം ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾ പാവപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ നിങ്ങളുടെ കവാടത്തിന്റെ സമ്മതത്തിനായി കാത്തിരിക്കുന്നു. ആരാണ് സഹോദരന്മാരെ പറഞ്ഞ മരണാനന്തരമാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്? മറഞ്ഞ വഴിക്കാണ് ഇടപെടുന്നത്, അഭൗതികമാണ് ഇടപെടുന്നത്. തൊട്ടുടനെ അപ്പുറത്ത് മറുപടി, ഇവിടെ ഇടപെടാൻ സാധിക്കുന്നു, അവിടെ പ്രതികരിക്കാൻ സാധിക്കുന്നു. വഅലൈക്കും അസ്സലാം അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിന്റെ സമീപത്തേക്ക് ഹബീബിന് പ്രവേശനാനുമതി കൊടുക്കുകയും, അങ്ങനെയാണ് കബറടക്കത്തിന് വേണ്ടി ആ ജനത അങ്ങോട്ട് എടുത്തതും കബറടക്കിയതുമെന്ന് ആധികാരികമായി ചരിത്രരേഖകൾ ഉദ്ധരിച്ചുവരിക്കുന്നു. ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? ഇതെല്ലാം നമ്മുടെ മിഥ്യാചാരങ്ങൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആശയ. മറഞ്ഞ വഴിക്ക് അള്ളാഹു അല്ലാതെ മറ്റാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. എത്ര വലിയ ഭീമാബദ്ധമാണ്! തൗഹീദിന്റെ സുന്ദരമായ ഗാംഭീര്യമുള്ള ആ ഉജ്ജ്വലമായ ആശയത്തെ വെട്ടിച്ചുരുക്കി എത്ര ചെറിയ സങ്കുചിതമായ ആശയത്തിൽ ഒതുക്കി നിർത്തലാണ് സഹോദരന്മാരെ ഇത്. ഈ ചിന്തയൊക്കെ വന്നത് മരണാനന്തരം മഹാത്മാക്കളുടെ കഴിവുകൾ അവസാനിച്ചു എന്ന മിഥ്യാധാരണയിൽ. ആ ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് മഹാന്മാർ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുമോ? ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ അനുഗ്രഹം ചെയ്യാൻ സാധിക്കുമോ? സാധിക്കുമോ? സ്വതന്ത്രമായി സാധിക്കുമോ? ഇല്ല, അല്ലാഹുവിനെ ആശ്രയിച്ചു. സ്വതന്ത്രമായി ജീവിച്ചിരിക്കുന്ന ആൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാലും തൗഹീദിനെതിരായി. കാരണം പരമമായി ഏത് കഴിവ് അല്ലാഹ്ക്കേ കഴിയും. അതല്ലേ നമ്മൾ പരമമായ താഴ്മ അല്ലാഹുവിന് പുലർപ്പിക്കുന്നത്. എന്റെ സുഹൃത്ത് സത്താർ പന്തല്ലൂരിന് എന്തെങ്കിലും ഒരു അനുഗ്രഹം എനിക്ക് ചെയ്തു തരാൻ സാധിക്കും അല്ലാഹുവിനെ ആശ്രയിക്കാതെ എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ കറകളഞ്ഞ മുസ്ലിക്കാം. സത്താർ ജീവിച്ചിരിക്കുന്ന ആളാണ്, അതിന് മരണപ്പെട്ടു പോകണമെന്നില്ല. ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ശക്തിക്കോ തന്നെ എന്നെ അല്ലാഹുവിനെ ആശ്രയിക്കാതെ മറഞ്ഞ വഴിയാകേണ്ട സാക്ഷാൽ തെളിഞ്ഞ വഴിക്ക്, സാക്ഷാൽ ഭൗതികമായ വഴിക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും വിശ്വസിച്ചാൽ അത് പച്ചയായി ശരിക്കാം. അത് തന്നെയാണ് സഹോദരന്മാരെ മരണാനന്തരവും. മഹാത്മാക്കളായ ആളുകൾക്ക് പടച്ച റബ്ബിനെ ആശ്രയിക്കാതെ സർവ്വതന്ത്ര സ്വതന്ത്രമായി എന്നെ സഹായിക്കാനാകുമെന്ന് വിശ്വസിച്ചാൽ പച്ചയായ ശിർക്കാണ്. പക്ഷേ നമ്മൾ മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത് മഹാത്മാക്കൾക്ക് മരണാനന്തരം നശിച്ചു പോകുന്നില്ല എന്നാണ്. അത് ജീവിതകാലത്തെന്ന പോലെ ജസ്റ്റ് മറഞ്ഞുപോയി കൺമുമ്പിൽ നിന്ന് മാത്രം. ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഅദഹു, അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആദരണീയനായ ശംസുൽ ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ തരത്തിലുള്ള മഹാത്മാക്കളായ ആളുകൾ നമ്മൾ ധാരാളം അവർ സഹായത്തിന് സമീപിക്കാറുണ്ട്. തങ്ങളെ ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്. എന്റെ കുട്ടി ഗൾഫിലേക്ക് പോയിട്ട് 9 കൊല്ലം മുമ്പ് പോയതാണ്. തങ്ങളെ ഒരു വിവരമില്ല, തങ്ങളെ കത്തുമില്ല, കമ്പിയില്ല, ടെലഫോണില്ല, ഒരു വിവരവും കിട്ടിയിട്ടില്ല. എന്റെ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയില്ല.
വലിയ സങ്കടമാണ്, വീട്ടിൽ തങ്ങളെ ഒരു പരിഹാരം ഉണ്ടാകണം. ഇങ്ങനെ പറഞ്ഞു, കരഞ്ഞു പറയാം. തങ്ങളിങ്ങനെ കടലാസങ്ങൾ എഴുതി തരാ, കുറിച്ചിട്ട് തരാ, ചുരുട്ടിയിട്ട് കയ്യിൽ തരാ, ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് മേശത്തെ വലുപ്പിൽ വെച്ചോ, ഇൻഷാ അല്ലാഹ് കുട്ടിനെ കുറിച്ചൊരു വിവരം നിങ്ങൾക്ക് അറിയാം. പിന്നെ കുട്ടിനെ കുറിച്ച് വിവരം അറിയാം. ഇതൊക്കെ തീർത്തും അഭൗതികമായ സംവിധാനം. സഹോദരന്മാരെ, ഇതിന്റെ കാര്യകാരണ ബന്ധങ്ങൾ നമ്മൾക്ക് പിടികിട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ തരത്തിൽ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇടപെടുന്നുണ്ടോ? മഹാത്മാക്കൾക്ക് മരണാനന്തരവും ഇടപെടാൻ സാധിക്കും, ജീവിതകാലത്ത് ഇടപെടാൻ സാധിക്കും, മരണാനന്തരം ഇടപെടാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പടച്ച റബ്ബിന്റെ തൗഹീദിൽ നമ്മൾ കുറച്ച് വെട്ടിമാറ്റലാണ്, റബ്ബ് നൽകിയ അനുഗ്രഹത്തെ ചോദ്യം ചെയ്യലാണ്. ചില ആളുകൾ പറയുന്നത് മരിച്ചാൽ അവർക്ക് തന്നെ 100 ചുറ്റുപാട്, അവർക്ക് ഈ ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമല്ല. തെറ്റായ കാരണങ്ങൾ. നമ്മൾ പതിവായി ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തു യാസീൻ, മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നുണ്ട്. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്നത് ഒരു വലിയ ഇസ്ലാമിക പ്രബോധകനായിരുന്നു. ഇസ്ലാമിക പ്രബോധനം നടത്തിയതിന്റെ പേര് ശത്രുക്കൾ അദ്ദേഹത്തെ നിരന്തരം എതിർത്തു. വീണ്ടും ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചു, അദ്ദേഹത്തെ കൊല ചെയ്തു, അറുകൊല ചെയ്തു, ഷഹീദായി. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തോട് പറയപ്പെടുന്നു, സൂറത്ത് യാസീനിൽ കാണാം, സ്വർഗത്തിൽ കടക്കുമെന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. ഇപ്പൊ മരിച്ചിട്ടുള്ളൂ, സ്വർഗീയ ലോകത്ത് ജീവിച്ചോ? ആ സെക്കൻഡിലാണ് പറഞ്ഞ സ്പോട്ടിൽ എന്റെ നാട്ടുകാരനെ കുറിച്ച് അറിഞ്ഞതിന് എത്ര നന്നായിരുന്നു. ബിമാ ഗഫറലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് എന്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നു. വജഅലനി മിനൽ മുക്രമീൻ, ആദരണീയരുടെ ഗണത്തിൽ എന്നെ ഉൾക്കൊള്ളിച്ചു. എത്ര വലിയ അനുഗ്രഹം എന്റെ റബ്ബ് എനിക്ക് തന്നത്. ഈ നാട്ടുകാരൻ അറിഞ്ഞിരുന്നെങ്കിൽ മരിച്ച ഉടനെ നാട്ടുകാരെ കുറിച്ചുള്ള ചിന്ത. ഒരു ടെൻഷനില്ല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവിടെ, ഒരു സങ്കടമല്ല, ഒരു പ്രയാസമല്ല. അവർ ഭൗതിക ലോകവുമായി ബന്ധപ്പെടുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുക പോലും ചെയ്യുന്നത് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ. ആർക്കാണ് നിരാകരിക്കാൻ സാധിക്കുക? ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? മഹാത്മാക്കളുടെ ജീവിത കാലത്തുള്ള പ്രത്യേകതകളും മഹത്വങ്ങളും അതേപടിലേക്ക് അതിനേക്കാൾ ഉജ്ജ്വലമായി മരണാനന്തരവും ഈ കറാമത്തുകളും മുഴുവത്തുകളും നിലനിൽക്കും. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകതകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകതകൾ മരണാനന്തരം നിലനിൽക്കുന്നില്ല എന്ന് വെക്കും എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ ആ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുക്കിയ മുടിയുടെ വെള്ളം എങ്ങനെ നമ്മളിപ്പോ കുടിക്കാം? ആ മഹത്വം, കറാമത്ത്, മുഴുവത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നല്ലേ ഇത് പഠിപ്പിക്കുന്നത്? ഇല്ലെന്ന് പറയുകയും അതേസമയം വെള്ളം കുടിക്കണമെന്ന് പറയുകയും ഒരുപോലെ പറയുന്നത് ശുദ്ധമായ മൗഢ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം നിരാകരിക്കാൻ ആർക്കാണ് സാധിക്കുക? അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മരണാനന്തരമുള്ള പ്രത്യേകതകൾ നിഷേധിക്കാൻ, നിരാകരിക്കാൻ ആർക്കാണ് സാധിക്കുക? വിശുദ്ധ ഇസ്ലാമിലെ സംഭവങ്ങൾ പരിശോധിച്ചാൽ അവർ ഭൗതിക ലോകത്തിൽ ഇടപെടുന്നതിന് 100 കണക്കിന് തെളിവുകൾ കാണാൻ സാധിക്കും. ഏത് ഘട്ടത്തിലും ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഇടപെടും. ഞാൻ ഒരൊറ്റ സംഭവം ഹ്രസ്വമായി നിങ്ങൾക്കിടയിൽ വിശദീകരിക്കട്ടെ. ഹിജ്റ വർഷം 557 ഹിജ്റ വർഷം 557 നടന്ന ഈ ചരിത്ര സംഭവം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ ചരിത്രത്തിന്റെ ആധികാരികതയിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പോലും സംശയം ഉന്നയിക്കാൻ കഴിയില്ല. ഒരുവിധം സത്യസന്ധമായ ചരിത്രങ്ങൾ പോലും അവർ നിഷേധിക്കുന്ന ആളില്ല. കാരണം കേരളത്തിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിച്ച മദീനയും മസ്ജിദുൽ നബവിയും എന്ന മലയാള പുസ്തകത്തിൽ പോലും ഈ ചരിത്രം കൊടുത്തിട്ടുണ്ട്. അവരും അംഗീകരിക്കുന്ന ആധികാരിക ചരിത്രം. ഇന്നും ആ പുസ്തകം വാങ്ങാൻ കിട്ടും. എന്താണ് ഈ ചരിത്രത്തിൽ പറയുന്നത്? ഹിജ്റ 557 വർഷം മദീന ഉൾപ്പെടെയുള്ള വിശാലമായ ഇസ്ലാമിക രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നൂറുദ്ദീൻ ഷഹീദ് അഹമ്മദ് സങ്കി റഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന ഒരു മഹാനായ നീതിമാനായ ഭരണാധികാരി. ചരിത്രകാരന്മാർ പറയുന്നത് 4 ഖലീഫമാർക്ക് ശേഷം, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനും ശേഷം ചരിത്രത്തിൽ നൂറുദ്ദീൻ ഷഹീദ് അഹമ്മദ് സങ്കിയെ പോലുള്ള ഒരു സംശുദ്ധനായ, ഒരു സ്വാലിഹായ, സദ്വൃത്തനായ ഭരണാധികാരിയെ ചരിത്രത്തിൽ കണ്ടില്ല. അത്ര വലിയ മഹാനാണ് അദ്ദേഹം. എല്ലാ ഇബാദത്തുകളുമുണ്ട്, എല്ലാ അധികാരങ്ങളുമുണ്ട്, എല്ലാ വിരുദുകളുമുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്, എല്ലാമുള്ള സദ്വൃത്തനായ ഒരു പ്രഗത്ഭനായ രാജാവ് നൂറുദ്ദീൻ ഷഹീദ് അഹമ്മദ് സങ്കി. ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ആ കാലഘട്ടത്തിൽ ഹിജ്റ 557 ചരിത്രാധീ അധീന കാലഘട്ടമാണല്ലോ. ആരാണ് ഇസ്ലാമിക പ്രദേശം ഭരിക്കുന്നത്? നൂറുദ്ദീൻ ഷഹീദ് അഹമ്മദ് സങ്കി. ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഡീറ്റെയിൽ ആയി കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു രാത്രി ഒരു സ്വപ്നം കാണുന്നത് ആരെയാണ്?
മറ്റാരെയുമല്ല, ഒരിക്കലും വ്യാജമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പിശാചിന് പോലും സാധിക്കില്ലെന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ. തങ്ങളുടെ സ്വപ്നത്തിന്റെ പ്രത്യേകത എന്ത്? അത് ആധികാരിക അമൻ റാനി ഫഖദ് റാനി ഫൈന ശൈത്താന ലാ യതമസ്സലു ബി. പിശാചിന് സ്വപ്നത്തിൽ ആരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും, പക്ഷെ എന്റെ രൂപത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഞാൻ തന്നെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ ആ തങ്ങളെയാണ് സ്വപ്നത്തിൽ കാണുന്നത്. മഹാനായ സ്വാലിഹായ സദ്വൃത്തനായ രാജാവ് തങ്ങൾ നേരിട്ട് കണ്ടപ്പോ തങ്ങൾ രണ്ടാളുകളെ ചൂണ്ടിക്കാണ്. യുസീറു ഇല റജുലൈനി അഷ്കറൈനി, ഏകദേശം ചമപ്പ് വർണ്ണമുള്ള പിങ്കല വർണ്ണമുള്ള രണ്ടാളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, അഞ്ചുദിനി മിൻഹാദൈനി അഞ്ചുദിനി മിൻഹാദൈനി, ഈ രണ്ട് വ്യക്തികളിൽ നിന്ന് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണം, എന്നെ രക്ഷപ്പെടുത്തണം. മഹാരാജാവ് ഈ സ്വപ്നം കണ്ട് ഞെട്ടിയുള്ളൂ. ഞാൻ എന്താണ് ഇപ്പൊ കണ്ട സ്വപ്നം? അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വപ്നം കണ്ട സത്യാണല്ലോ. പഠിച്ചോനെ, ഈ രണ്ടാളും ഞാൻ എന്ത് രക്ഷപ്പെടുത്താൻ ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം വീണ്ടും ബ്രഷ് ചെയ്തു, ഒതു ചെയ്തു, വീണ്ടും നിസ്കരിച്ചു, 2 റക്അത്ത് വീണ്ടും ഇറങ്ങാൻ കിടന്നു. ഇതേ സ്വപ്നം ആവർത്തിച്ചു. ഇതേ ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അഞ്ചുദിനീമിൻ ഹാദൈനി റജുലൈനി അഞ്ചുദിനീമിൻ ഹാദൈനി റജുലൈനി, ഈ രണ്ട് വ്യക്തികൾ എന്നെ രക്ഷിക്കണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ അന്ന് ജീവിച്ചിരിക്കുന്ന രാജാവ്. മൂന്നാമതും ഇതേ സ്വപ്നം അതേ രാത്രി ആവർത്തിച്ച് കണ്ടപ്പോ പിന്നെ രാജാവ് ഉറങ്ങാൻ പറ്റില്ല. തന്റെ വിശ്വസ്തനായ മന്ത്രി ജമാലുദ്ദീൻ മൗസുലി, നല്ല വിവരമുള്ള മന്ത്രിയാണ്, വിവരമുള്ള പണ്ഡിതനായ രാജാവിന്റെ മന്ത്രിയല്ലേ, അദ്ദേഹത്തെ രാത്രിക്ക് രാത്രി വിളിച്ചു വരുത്തി. മന്ത്രി, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, 3 തവണ ആവർത്തിച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം തോന്നി. മന്ത്രി പ്രഗത്ഭന ബുദ്ധിശാലിയാണ്. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, ഇനി നമുക്കിവിടെ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് നേരെ യാത്ര ചെയ്യാനുണ്ട്. ഇലാ ഹദറത്ത് റസൂലില്ലാഹി, നമുക്ക് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് പോകാം. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ സ്വർണ്ണോ വെള്ളി നാണയങ്ങൾ കയ്യിൽ വെക്കുക, അധികം സംഘാംഗങ്ങൾ വേണ്ട, അത്യാവശ്യം മതി, നമുക്ക് ഉടനെ കാലഘട്ടത്തിന് പുറപ്പെടാം. അവർ വേഗം ഒരുങ്ങി കാലത്ത് പുറപ്പെട്ടു. നീണ്ട ദിനരാത്രങ്ങൾക്ക് ശേഷം മദീനയിലെത്തി. സിയാറത്ത് കഴിഞ്ഞു. മദീനയിൽ മന്ത്രി ഒരു വിളംബരം നടത്തി. ഇതാ രാജാവ് നൂറുദ്ദീൻ ഷഹീദ് അഹമ്മദ് ജംഗി ഇതാ നമുക്ക് വന്നിരിക്കുന്നു. മദീനക്കാരെ സന്ദർശിക്കാൻ വന്നതാണ്, സിയാറത്തിന് വന്നതാണ്. എല്ലാവർക്കും മദീനക്കാർക്ക് മൊത്തം ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഹദിയ, ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, സ്വർണ്ണ വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത വക്കത്തിന് മദീനക്കാരെ മുഴുവൻ പള്ളിയിൽ ഹാജരാക്കാൻ എല്ലാവരും അറിയിക്കണമെന്നാണ്. എല്ലാവരും അടുത്ത വക്കത്തിന് വന്നു. രാജാവിനോട് പറഞ്ഞു, രാജാവെ കണ്ടാൽ ചോദിച്ചു, കണ്ടാൽ എല്ലാ ആളുകൾക്കും പണം ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. സ്വർണ്ണ വെള്ളി നാണയങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്തു തുടങ്ങി. മഹാരാജാവല്ലേ, രാജാവിന്റെ ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ. രാജാവ് ഇങ്ങനെ നോക്കുന്നു, ആ രണ്ടാളുകളെ കൂട്ടത്തിലുണ്ടോ എല്ലാം കൊടുത്തു തീർത്തു. ആ രണ്ടാളുകളെ മാത്രം കണ്ടില്ല. ഇനി ആരും വാങ്ങാനില്ലേ ചോദിച്ചു രാജാവ്. മന്ത്രി, ഇല്ല, ആരുമില്ല, എല്ലാവരും വാങ്ങി വെച്ചു. എല്ലാവരും വാങ്ങി. പിന്നെ ഇവിടെ 2 ആൾക്കാരുണ്ട് അപ്പുറത്ത്, അവരൊന്നും വാങ്ങുന്ന രാജാവ്. അവർ വലിയ സമ്പന്നരാ, അവരെന്നെ വലിയ ഉദാരമതികളാ, എല്ലാവർക്കും പണം കൊടുക്കുന്ന ആളുകൾ. അവരിങ്ങോട്ട് വരില്ല. ഞാൻ വിളിക്കുന്നത് ആര് പോയി വിളിച്ചു. രാജാവ് വിളിക്കുന്നുണ്ടോ? എന്തിനാ വെച്ചു? കുറച്ച് പണം എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾക്കും തരാനാ. ഞങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. ഇത് വിവരം പല പിടിച്ചുകൊണ്ടിരിക്കണം, നിർബന്ധമായി വരുത്തണം. അവർ നിർബന്ധമായും വരുത്തി ഇങ്ങനെ മുന്നിൽ നിർത്തിയപ്പോ രാജാവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴാൻ തുടങ്ങി. താൻ ഇന്നലെ കഴിഞ്ഞ രാത്രി സ്വപ്നത്തിൽ കണ്ട അള്ളാഹുവിന്റെ ഹബീബ് ചൂണ്ടിക്കാണിച്ച അതേ 2 വ്യക്തികളാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. അവരെ ചോദ്യം ചെയ്ത് ആദ്യം അവർ നിഷേധിച്ചു, അവർ നിരാകരിച്ചു. മദീനക്കാർ പറഞ്ഞു, ഇവരെ കുറ്റപ്പെടുത്തരുതേ, നല്ലവരാണ്, രാത്രി മുഴുവൻ തഹജ്ജുസ്കരിക്കുന്നവരാണ്, പകൽ മുഴുവൻ സിയാറത്തിനും ജന്നത്തുൽ ബഖീൽ പോകുന്നവരാണ്, കാണുന്നവർക്ക് സദഖ ചെയ്യുന്ന ആളുകളെ ഇവരെ കുറ്റപ്പെടുത്തരുതാണ്. പക്ഷേ കൃത്യമായി ചോദ്യം ചെയ്തപ്പോൾ അവർ ഉത്തരം നൽകി, ഞങ്ങൾ മൊറോക്കയിൽ നിന്ന് നിയോഗിക്കപ്പെട്ട 2 ക്രിസ്ത്യാനികളാണ് നിങ്ങളുടെ പ്രവാചകന്റെ ഭൗതിക ശരീരം വിദഗ്ധമായി കടത്തിക്കൊണ്ടുപോകാൻ. ഞങ്ങൾക്ക് മാസങ്ങളായി മദീനയുടെ റൂമയുടെ തൊട്ടപ്പുറത്ത് റൂമെടുത്ത് രാത്രി സമയത്ത് കുറേശ്ശെ കുഴിച്ച് ആ മണ്ണൊക്കെ ബാഗിലാക്കി കാലത്ത് സിയാറത്തിനുള്ള വ്യാജേന ജന്നത്തുൽ ബഖീൽ പോയി മണ്ണ് തട്ടും, വീണ്ടും ഞങ്ങൾ വരും. അങ്ങനെ രാത്രി കുഴിച്ച് അവിടെ പായിട്ട് ആരും കാണാത്ത വിധത്തിൽ നിങ്ങളുടെ പ്രവാചകന്റെ ഭൗതിക ശരീരത്തിൽ അടുത്തെത്തി എന്ന് കണ്ടപ്പോഴാണ് ഈ സംഭവവികാസം ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഗളച്ഛേദം നടത്തി. തുടർന്നാണ് ഇന്ന് കാണുന്ന വിധം യുടെ ചുറ്റും കുഴി കുഴിച്ച് ഈ ഉരുക്കൊഴിച്ച് ഭദ്രമായ കവചവും സംവിധാനവും ഇനി ഒരു കാലത്തും ഈ ശ്രമം നടക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നൂറുദ്ദീൻ ഷഹീദ് അഹമ്മദ് ജംഗി നടപ്പാക്കിയെന്ന് ആധികാരികമായി 100% സത്യസന്ധമായ ചരിത്രരേഖകൾ പറയുന്നു. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ
14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായിട്ട് 5 നൂറ്റാണ്ട് കഴിഞ്ഞ് 557 തന്റെ ഭൗതിക ശരീരം നീക്കം ചെയ്യാൻ സൃഷ്ടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ തത്സമയം അന്നത്തെ രാജാവിനെ അറിയിക്കുന്നു. ആരറിയിക്കുന്നു? അല്ലാഹുവിന്റെ ഹബീബ് അറിയിക്കുന്നു. ഒരു പക്ഷേ സംശയം ചോദിച്ചേക്കാം, എന്താ റസൂലുള്ളാഹിക്ക് ഇടപെട്ടാ പോലെ? ഇടപെടൂല. അത് നമ്മൾ ചോദിക്കും പോലെ, എന്താ ബുഷിനെ അങ്ങോട്ട് വിമാനാപകടത്തിൽ മരിപ്പിച്ചുകൂടെ പഠിച്ചുവന്നു? അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒബാമൻ അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, ഇസ്രായേൽ പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്തുകൂടെ? അല്ലാഹു ഈ ഭൗതിക ലോകത്തിന്റെ നടപടിക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മാറ്റം, ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു രാജ്യത്തെ നിയമം നടപ്പാക്കേണ്ട രാജാവാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. നോക്ക്, നിങ്ങൾ ആവശ്യമാകുന്ന ഘട്ടത്തിൽ വിശുദ്ധാത്മാക്കൾ ഭൗതിക ലോകത്ത് ഇടപെടാൻ സാധിക്കും, സഹായങ്ങൾ നൽകാൻ സാധിക്കും. ഇതിന് അനിഷേധ്യമായ പരമാർത്ഥമാണ്, നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. അത് സ്വന്തമായി നബി തങ്ങൾ കഴിയും അല്ലാഹുവിനെ ആശ്രയിക്കാൻ വിശ്വസിക്കാം. അത് മരണാനന്തരം മാത്രം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തങ്ങൾ നടത്തുന്ന ഈ മുഅ്ജിസത്തുകൾ, ഈ ഔലിയാക്കളുടെ ഈ കറാമത്തുകൾ, ഇത് അവർക്ക് അല്ലാഹുവിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശുദ്ധമായ ശിർക്കാണ്, പച്ചയായ ശിർക്കാണ്. അല്ല, അല്ലാഹുവിന്റെ ആശ്രയത്തോടു കൂടി മാത്രമേ, അല്ലാഹു തൃപ്തിക്ക് വിധേയമായി മാത്രമേ നടക്കൂ, അവർക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് വിശ്വസിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശ്വസിക്കലാണ് സംശുദ്ധമായ ഇസ്ലാം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം. അതാണ് തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം. അങ്ങനെ അർത്ഥം ഉൾക്കൊണ്ടാലേ നമ്മൾ യഥാർത്ഥ മുഅ്മിനാകും. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അർത്ഥം, ജമാഅത്തെ ഇസ്ലാം പറയുന്ന വികലമായ അർത്ഥം, ഇത്തരം അർത്ഥങ്ങളാണ് തൗഹീദിന്റെ വചനത്തിൽ വെക്കുന്നെങ്കിൽ മനസ്സിൽ തൗഹീദിന്റെ വചനത്തിലൊരു ഗാംഭീര്യവും നിറവേറ്റില്ല. ഈ ഉജ്ജ്വലമായ തൗഹീദിന്റെ ആശയം അംഗീകരിക്കുന്നവരാണ് നമ്മൾ. ആ ഉജ്ജ്വലമായ ആശയം പ്രവാചകന്മാർ നടപ്പാക്കിയതുപോലെ അത് അതേപടി കേരളത്തിൽ നിലനിർത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട മഹത്തായ സംഘടനാ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് തുടക്കം കുറിച്ച മഹാത്മാക്കൾ, നേതൃത്വം നൽകിയ മഹാത്മാക്കൾ, നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാത്മാക്കൾ, അവർ വിശുദ്ധരായതുകൊണ്ടാണ് ആരെതിർത്താലും ശരി, ആരെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ശരി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും ജംഇയ്യത്തുൽ മുഅല്ലിം അതിന്റെ ഘടകങ്ങൾക്കുമെതിരെ അതിന് സൗകര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ആരൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും ശരി, ഈ പറക്കത്താക്കപ്പെട്ട സംവിധാനത്തിന് അനുഗ്രഹങ്ങൾ വർദ്ധിക്കുകയല്ലാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്ക് പ്രശ്നമല്ലാതെ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിന്റെ സംവിധാനത്തിനും ഒരു പോർമേൽക്കുകയില്ല, ഏൽപ്പിക്കാൻ ആർക്കും സാധ്യവുമല്ല. കേരളത്തിലെ ചരിത്രത്തിലേക്ക് കാരണം തുടക്കം പറക്കത്താക്കപ്പെട്ടവർക്കാണ്. മഹാത്മാരുടെ ദുആയുടെ ഫലമാണ് ഈ ഇരിക്കുന്ന മഹാന്മാർ. ഇവർ മുഅല്ലിങ്ങൾ നിസ്സാരമായി കടന്നിട്ടില്ല. ഇവരൊരു 1,00,000-ൽ പരം ഉസ്താദുമാർ, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ചില്ലറ കാശ് ശമ്പളം വാങ്ങിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ 14 ലക്ഷം, 12, 13 ലക്ഷം കുട്ടികൾക്ക് വിജ്ഞാനത്തിന്റെ മധു നുകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരാണ് കേരളത്തിൽ ഇസ്ലാം പഠിപ്പിച്ചത്, നമ്മുടെ മക്കളെ ഇസ്ലാമികമായി വളർത്തിയത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാക്കളാകട്ടെ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കളാകട്ടെ, CPM-ന്റെ പോലും രാഷ്ട്രീയ മുസ്ലിം നേതാക്കളാകട്ടെ, ഒരു മുസ്ലിം നേതാവുണ്ടോ? സിനിമ നടന്മാർ പോലും തുടക്കത്തിൽ സമസ്തയുടെ പഠിച്ചവരല്ല, നമുക്കില്ല. പിന്നെ വഴിതെറ്റിപ്പോയവർ അക്കൂട്ടത്തിലുണ്ടാകും. സമസ്തയോട് കടപ്പെട്ടവരാണ്. അത് വല്ലാത്തൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഇത് തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കുന്നവർ അതൊക്കെ ബിദ്അത്തിന്റെ വിഭാഗങ്ങൾ, അതൊക്കെ ശിഥിലമായ ചിന്തകളാണ്, സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഞാൻ പറയണ്ടല്ലോ. 5ഉം 6ഉം 7ഉം കഷ്ടങ്ങളായി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥത്തിൽ തന്നെ പരസ്പരം തമ്മിൽ തല്ലി ശിഥിലമായി ചിഹ്നിച്ചതിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി 100 കൊല്ലം പോലും തികക്കാനാകാത്ത ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുക. സമസ്ത പറഞ്ഞെടുത്ത് നിൽക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദർശവാക്യത്തിന്റെ വിശദീകരണത്തിൽ മാറ്റമില്ല. ഒരു ചെറിയ ഫിഖ്ഹിന്റെ മസ്അലയിൽ പോലും മാറ്റില്ല. കാരണം സമസ്ത ഒന്നും പുതിയത് പറഞ്ഞിട്ടില്ല. അന്ന് സച്ചരിതരായ മുൻഗാമികൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ചുകൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബിന്റെ കിതാബുകൾ, മസ്അലകൾ മാത്രം ഉദ്ധരിക്കുന്നു. ആ ലൈൻ ശരിയെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിന്റെ ചിത്രം ഞാൻ പറയണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിച്ച പുതിയ തൗഹീദ് കൃത്യമായി അതിന് ഘടകവിരുദ്ധമായി അവർ ശിർക്കെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാഗമാക്കാൻ ശ്രമിച്ചുകൊണ്ട് പച്ചയായ ശിർക്കിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, എന്റെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വാസമർപ്പിക്കുന്ന സഹോദരന്മാരെ, ഇസ്ലാമിക മാർഗത്തെക്കുറിച്ച് വിട്ടുനിന്ന് ചിന്തിക്കുന്ന ബിദഅഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഒരു നിമിഷം ഓർക്കുക. ഈ മാർഗം ശുദ്ധമായ മാർഗം. നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം.
പഠിക്കാം, ഈ ആദർശം സ്വീകരിക്കാം. സമസ്തത്തിന് ഇലക്ഷൻ നിൽക്കുന്നില്ല, പക്ഷെ നമ്മുടെ ആഖിറം, നമ്മുടെ ആഖിറത്ത് നന്നാകാൻ ഇത് അനിവാര്യമാണ്. ആ നിലയിൽ കടന്നു വന്നാൽ നമുക്ക് നല്ലവരായി ജീവിച്ച് നന്നായി മരിച്ചു പോകാം. ഈ ഇരിക്കുന്ന ആളുകളുടെ മുഖത്ത് ഈമാൻ തത്തിക്കളിക്കുന്നത് പോലെ അത് മരിക്കുന്ന ഘട്ടത്തിലും ആ ഈമാനോടുകൂടി മരിച്ചു പോകാൻ സാധിക്കും. ആഖിബത്ത് നന്നാകും, ആഖിറം സലാമത്താകും. നമ്മുടെ മഹാന്മാരായ ഉലമാക്കളൊക്കെ മരിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് ഈ ദിക്റും മൗലൂദും 5 നേരത്തെ നിസ്കാരവും റാത്തീബും ഹദ്ദാദും കുതുബിയത്തും കഴിച്ചുപോയ ആളുകളെ സുന്ദരമായി കെലിമ ചൊല്ലി മരിച്ചു കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈ മാർഗത്തെ സംശയിക്കേണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട്, അവന്റെ ദയാവായ്പ കൊണ്ട്, അവന്റെ അളവറ്റ വാത്സല്യം കൊണ്ട്, കാരുണ്യം കൊണ്ട്, സുന്നത്ത് ജമാഅത്തിന് ശക്തി പകർന്നുകൊണ്ട്, സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാൻ സംവിധാനിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തിന് കരുത്ത് പകർന്നുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകാൻ എന്റെ പ്രിയപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ പ്രവർത്തകന്മാർക്ക് നമുക്ക് ഏവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ സവിനയം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരാമം കുറിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുന്നി യുവജനതയുടെ ആവേശവും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയുമായ സത്താർ പന്തല്ലൂർ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ആദരണീയനായ അധ്യക്ഷൻ, ഈ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ അബ്ദുൽ ഷുക്കൂർ ഫൈസി അവറുകളെ, ഇവിടെ പണ്ഡിതോചിതമായി വളരെ വിശദമായ ഒരാദർശ പ്രഭാഷണം നിർവഹിച്ച നമുക്കേവർക്കും ആദരണീയനായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യരായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവറുകളെ, വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ സാരഥികളെ, ഈ സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാന പോഷക ഘടകങ്ങളിലൊന്നായ, അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ മതാധ്യാപക സംഘടന എന്നുകൂടി വിശേഷിപ്പിക്കപ്പെടാവുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ തളിപ്പറമ്പ് ഈസ്റ്റ് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ 20ാം വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനം, അതിന്റെ അവസാനത്തെ നിമിഷങ്ങളിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് 1-2 വിഷയങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമുദായത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആദർശത്തിലൂന്നിക്കൊണ്ട് അതിന്റെ 90ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന വളരെ അഭിമാനകരമായ ഒരു സന്ദർഭത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം മതസംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മതസംഘടനകളും ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വാദിക്കാനും അവകാശപ്പെടാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ തെളിവുകളും ഉദാഹരണങ്ങളും നിരത്തിക്കൊണ്ട് അവരുടെ വാദങ്ങളെ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംഘടനയല്ലാത്ത മതത്തിന്റെ ലേബലിൽ രംഗത്ത് വന്നിട്ടുള്ള ഏത് പ്രസ്ഥാനത്തെ പരിശോധിച്ചു നോക്കിയാലും
സംഘടനാപരമായ ഒരു വേദിയിൽ നിന്നുള്ള ഒരു പരാമർശത്തെക്കാൾ ഉപരി ഏത് നിഷ്പക്ഷമതിക്കും അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന ഒരു സംഗതിയും ആ സംഘടനകളെല്ലാം മതത്തിന്റെ ലേബലിൽ നമ്മുടെ സമൂഹത്തിൽ രംഗത്ത് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾക്ക്, ഒരുപാട് നയപരമായ വ്യതിയാനങ്ങൾക്ക്, ഒരുപാട് നിരന്തരമായ മാറ്റിപ്പറച്ചിലുകൾക്ക്, അതിന്റെ പേരിൽ അവർക്കിടയിൽ തന്നെ വലിയ വലിയ ഭിന്നതകളും ശിഥിലീകരണങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതിന്റെ കാരണം പലപ്പോഴും പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടല്ലാതെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംഘടനാപരമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ ബോധപൂർവം മതത്തിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്ന് ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാകുന്ന പരമാർത്ഥമാണ്. ഇവിടെയാണ് സമസ്ത കേരള ജമിയത്തുലമയെക്കുറിച്ചും അതിന് നേതൃത്വം കൊടുക്കുന്ന വിശുദ്ധരായ പണ്ഡിതന്മാരുടെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലോകത്തുടനീളം മുസ്ലിം സമൂഹത്തിനൊക്കെ വലിയ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പേരുകളിൽ ഇസ്ലാമിന്റെ ഖിലാഫത്ത് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുള്ള ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകൾ, ആ സംഘടനകളെക്കുറിച്ചൊക്കെയുള്ള പുതിയ പുതിയ അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമൊക്കെ എത്തിച്ചേരുന്നത് ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ ആഗോളതലത്തിൽ തന്നെ വലിയ ദുരന്തമായി മാറുന്ന സാഹചര്യം ഉണ്ടാക്കി ഒരുപാട് ഭിന്നിപ്പുകൾക്കും കുഴപ്പങ്ങൾക്കും പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും കടക്കൽ കത്തിവെക്കാൻ ആവശ്യമായ ഒരുപാട് ആശയപ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള ആളുകളുടെ ആശയങ്ങളുടെ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇന്ന് സാഹചര്യമൊരുക്കിയിട്ടുള്ളത് എന്ന് അവർ പോലും സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ എപ്പോഴും വലിയ ചർച്ചയാണ്, പ്രത്യേകിച്ച് സെപ്റ്റംബർ 11 ശേഷം, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ലോകത്തുടനീളം ഇസ്ലാമിക ഭീകരവാദം വളരുന്നു, തീവ്രവാദം വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതുമില്ലാത്തതുമായ കഥകൾ, കെട്ടുകഥകൾ ഉണ്ടാക്കി ഈ സമുദായത്തെ ഭീകരവാദത്തിന്റെയും അക്രമങ്ങളുടെയും അതിക്രമത്തിന്റെയും പ്രതീകമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും അതേപോലെ വൻകിട സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളൊക്കെ ലോകത്തുടനീളം മുസ്ലിം സമുദായത്തെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ വിധം പുതിയ പുതിയ ഗ്രൂപ്പുകളെ സൃഷ്ടിക്കാൻ സാഹചര്യമൊരുക്കുന്ന തലത്തിലേക്കുള്ള ആശയപരമായ സംഭാവനകൾ നൽകാൻ ഇതേപോലെയുള്ള ഇന്ന് നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള നവോത്ഥാന നായകന്മാരായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ആശയങ്ങൾക്ക് വലിയ സംഭാവന നൽകാൻ സാധിച്ചു എന്ന് പറയുമ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത്, പ്രാമാണികമായി ദീനിനെ അവതരിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പരിശീലിപ്പിച്ചു കൊടുക്കാനും വിശുദ്ധരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വം എത്രത്തോളം ഈ സമുദായത്തിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത്. ഇന്ന് അമേരിക്കയിലിറങ്ങുന്ന, ബ്രിട്ടനിലിറങ്ങുന്ന വൻകിട രാഷ്ട്രങ്ങളിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ മുതൽ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള സംഘടനകൾ പ്രസിദ്ധീകരിക്കുന്ന പ്രബോധനം, ശബാബ്, വിചിന്തനം പോലെയുള്ള അത്തരത്തിലുള്ള ആനുകാലികങ്ങൾ പോലും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഐസിസ് പോലെയുള്ള ഈ ഭീകരവാദ സംഘടനക്ക് വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയപരമായ വലിയ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങൾ സാധാരണ സോഷ്യൽ മീഡിയകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഒരുപാട് കാലം ന്യായാധിപനായ ജസ്റ്റിസായി സേവനം ചെയ്തിരുന്ന മാർക്കണ്ഡേയ കഡ്ജു എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ പല വിഷയങ്ങളിലും വളരെ ശ്രദ്ധേയമായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് പറയുന്നു, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും, ഇന്ത്യയിലെ 95% വരുന്ന മുസ്ലിങ്ങളും സൂഫി മുസ്ലിങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഭാഷയാണ്. ഇന്ത്യയിലെ 95% വരുന്ന മുസ്ലിങ്ങളും സൂഫി മുസ്ലിങ്ങളാണ്. സൂഫി മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസൗഫിനെ അംഗീകരിക്കുന്ന, ത്വരീഖത്തിനെ അംഗീകരിക്കുന്ന, ഇന്ത്യയിലെ പരമ്പരാഗതമായി മുസ്ലിം സമൂഹം കടന്നുവന്ന ആത്മീയമായ ചൈതന്യത്തിൽ ഊട്ടപ്പെട്ട ആ ചൈതന്യധന്യമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും.
ആ മുസ്ലിങ്ങളെല്ലാം, ആ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ അവരുടെ ആത്മീയമായ വിശുദ്ധിയുടെ ഏറ്റവും വലിയ പ്രേരക ശക്തി എന്ന് പറയുന്നത് അവർ ആദരിക്കുന്ന ഒരുപാട് മഹാത്മാക്കളുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവരാദരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരുപാട് മക്ബറകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവർ പോകുന്നു. അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല, മാർക്കണ്ഡേയ കടിച്ചു പറയുന്നു, അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളും വരാറുണ്ട്. അമുസ്ലിങ്ങളും വരാറുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഞാനൊരു നിരീശ്വരവാദിയാണ്, പക്ഷെ ഞാനും പോകാറുണ്ട്. അദ്ദേഹം പറയുന്നു, അവരൊക്കെ ഇവിടെ ഇസ്ലാമിനെ സ്വന്തം ജീവിതത്തിൽ മാത്രം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവർ മാത്രമായിരുന്നില്ല. അവരുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റു മതസ്ഥർക്കും ഇവിടുത്തെ പ്രകൃതിക്കും ഈ ഭൂമിക്കും ഈ പ്രപഞ്ചത്തിനൊട്ടാകെ വലിയ സൗരഭ്യം വിളമ്പിയിട്ടുള്ള ഒരുപാട് മഹാരഥന്മാരാണ് അത്തരത്തിലുള്ള ആത്മീയ നേതാക്കന്മാർ. അവർ മരണപ്പെട്ട് കിടക്കുന്ന മക്ബറക്കടുത്ത് ചെന്നുകൊണ്ട് അല്പസമയം നിന്നുകഴിഞ്ഞാൽ നിരീശ്വരവാദിയായ എനിക്ക് പോലും മനസ്സിന് വലിയ സമാശ്വാസം ലഭിക്കുന്നുവെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ, ഇന്ത്യയിലെ പ്രത്യേകമായ പല വിഷയങ്ങളിലുമൊക്കെ ശ്രദ്ധേയമായി നിരീക്ഷണം നടത്തുന്ന മാർക്കണ്ഡേയ കടിച്ചു പറയുന്നു. രണ്ടാമതൊരു കാര്യം കൂടി പറയുന്നു. ഇങ്ങനെയുള്ള ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ ഈ പാരമ്പര്യത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ പരിഹസിച്ചുകൊണ്ട് ഈ മക്ബറകളിലേക്ക് സന്ദർശനം നടത്താൻ വേണ്ടി പോകുന്ന ആളുകൾ അവർ അവിടെ ആരാധന നടത്തുന്നു എന്ന് പറയുന്ന ചില ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അവർ അവിടെ ആരാധന നടത്തുന്നു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന മുസ്ലിങ്ങൾ, ചില ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. വളരെ ന്യൂനപക്ഷമാണവർ. ഒരിക്കലും അവർ ആരാധനയ്ക്ക് വേണ്ടിയിട്ടല്ല പോകുന്നത്, അവർ ആദരവിനും ബഹുമാനത്തിനും വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് മാർക്കണ്ഡേയ കടിച്ചു പോലെയുള്ള ആളുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വലിയ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പെരുമ്പറയടിച്ചുകൊണ്ട് ഞങ്ങളാണ് ശുദ്ധമായ തൗഹീദിന്റെ വാദക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിടയിലൂടെ ഈ രീതിയിൽ ആശയക്കുഴപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും മാർക്കണ്ഡേയ കടിച്ചുവിന്റെ ആ വിശ്വാസം പോലും അല്ലെങ്കിൽ ആ ധാരണ പോലും ഉണ്ടാകാനുള്ള ഭാഗ്യം ലഭ്യമായിട്ടില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ലോകത്തെ മുസ്ലിങ്ങൾ അവർ കടന്നു വന്ന വഴി ഏതാണെന്ന് ദൂരെ നിന്ന് നോക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയപ്പെടുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുന്ന ആശയക്കുഴപ്പങ്ങൾ അതൊക്കെ മിഥ്യാധാരണയാണെന്ന് മറ്റുള്ളവർക്ക് പോലും, അവിശ്വാസികൾക്ക് പോലും തിരിച്ചറിയപ്പെടാവുന്ന വിധം അത്രയും സുവ്യക്തമായ രീതിയിലാണ് ഇവിടെ പൂർവ്വകാല മുസ്ലിങ്ങൾ മുതൽ പൈതൃകമായി പാരമ്പര്യമായി ആ കടന്നുവന്ന വഴികൾ അത്രയും തെളിഞ്ഞതും സുതാര്യവുമാണെങ്കിൽ അതിന്റെ പേരിലാണ് നമുക്കിടയിൽ ഭിന്നിപ്പും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭിന്നിപ്പും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഇവർ മുസ്ലിം സമൂഹത്തിനകത്ത് പൊട്ടിപ്പുറപ്പെട്ട ചില വിഭാഗീയ ഗ്രൂപ്പുകളാണ് എന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ അപ്പുറം ഇവർക്ക് പിന്നിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ആത്മീയമായ ശണ്ഡീകരണം വളർത്തിക്കൊണ്ട് അവരെ ഒരുതരം കരേശുമാരി മുസ്ലിങ്ങളാക്കി മാറ്റി അവർക്ക് ആചാരാനുഷ്ഠാന ക്രമങ്ങളിൽ നിന്നും വലിയ താല്പര്യമില്ലാത്ത, കേവലം നിസ്കരിക്കുന്ന, കേവലം നോമ്പ് നോക്കുന്ന, നിർബന്ധമായ ചില ആരാധനാ മുറകളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന, അങ്ങനെ കേവലം വിശ്വാസികളായി ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിദായി പ്രസ്ഥാനത്തിന്റെ താല്പര്യമല്ല, അടിസ്ഥാനപരമായി ലോകത്തെ മുസ്ലിം സമൂഹത്തിന്റെ ശത്രുക്കളുടെ താല്പര്യമാണത്. കാരണം വിശ്വാസി സമൂഹം ആത്മീയമായ ചൈതന്യത്തിനോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടും. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ മറ്റുള്ളവർ ഭയപ്പെടുന്ന സാഹചര്യത്തിലേക്കെത്തും. ആത്മീയമായി ഉന്നതി പ്രാപിക്കുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ കീഴടക്കാൻ സാധിക്കില്ലെന്ന ശത്രുവിന്റെ തിരിച്ചറിവാണ് ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ അവർക്ക് ആത്മീയമായ ചൈതന്യം നൽകുന്ന ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങളെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അതിൽ ശിർക്കും കുഫറും അന്ധവിശ്വാസവും അനാചാരവും ജീർണതയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിനകത്ത് മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കക്ഷികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്ന് മുസ്ലിം സമൂഹത്തെ ഏറെ അപമാനിക്കപ്പെടുന്ന രീതിയിൽ
ഈ ഭീകരവാദ സംഘടന ഇറാഖിൽ അബൂബക്കർ ബഗ്ദാദി ഇസ്ലാമിക ഖിലാഫത്ത് പ്രഖ്യാപിച്ച് ഇനി സിറിയയിലുണ്ട്, മറ്റു രാഷ്ട്രങ്ങളിലുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൊടും ക്രൂരമായ കൊലപാതകങ്ങളും മുസ്ലിം ചെറിയ 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 കുട്ടികളെ പോലും വലിക്കു നിർത്തിക്കൊണ്ട് അവരുടെ കൈകൾ വെട്ടി, അവരുടെ കാലുകൾ വെട്ടിമാറ്റി, അവരുടെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഛേദിച്ചുകൊണ്ട് അവസാനം തലവെട്ടുന്ന വിവരങ്ങളൊക്കെ, ഈ വീഡിയോകളൊക്കെ ലോകത്തോടുനീളം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതാണ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ശിക്ഷാ നടപടികളെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഐസിസ് എന്ന് പറയുന്ന സംഘടനയുടെ പിന്നിൽ വഹാബി മൂവ്മെന്റിന്റെ ആശയപരമായ വലിയ പ്രചോദനമുണ്ടെന്ന് ശബാബ് വാരിക സമ്മതിക്കുന്നു, വിചിന്തനം വാരിക സമ്മതിക്കുന്നു, പ്രബോധനം വാരിക സമ്മതിക്കുന്നു. നാം മനസ്സിലാക്കണം, ഇവരെല്ലാം ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലോകത്ത് വലിയ നവോത്ഥാന നായകനാണ് എന്ന് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഇവിടുത്തെ മടപ്പൂർ വിഭാഗം മുജാഹിദിന് തള്ളിപ്പറയാൻ കഴിയില്ല, ഔദ്യോഗിക വിഭാഗം മുജാഹിദിന് തള്ളിപ്പറയാൻ കഴിയില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് തള്ളിപ്പറയാൻ കഴിയില്ല, തബ്ലീഗ് ജമാഅത്തിന് തള്ളിപ്പറയാൻ കഴിയില്ല. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തീവ്രവാദപരമായ ആശയങ്ങളാണ് പലപ്പോഴും മുസ്ലിം ലോകത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അവസരം സൃഷ്ടിച്ചതെന്ന് 2 വർഷം മുമ്പ് ഇന്ത്യയിലെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വലിയ നിയമജ്ഞനായ രാം ജത്മലാനി പറഞ്ഞപ്പോ ആ രാം ജത്മലാനിയെ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പ്രകീർത്തിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയത് തേജസ് ദിനപത്രമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഒഴികെയുള്ള ഈ ബിദഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും തീവ്രവാദ സംഘടനകളാണെങ്കിലും ഈ അവാന്തര വിഭാഗങ്ങളെല്ലാം അറിഞ്ഞോ അറിയാതെയോ തെളിഞ്ഞോ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പ്രകീർത്തിക്കുന്നവരും ആ മനുഷ്യൻ ഇവിടുത്തെ വലിയ നവോത്ഥാന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തയാളാണ് എന്ന് വാദിക്കുന്നവരും സമ്മതിക്കുന്നവരുമാണ്. അങ്ങനെ ഒരു മനുഷ്യനിലൂടെ, അങ്ങനെ ഒരു മനുഷ്യന്റെ മുതുകിലൂടെ പൊട്ടിപ്പുറപ്പെട്ട ഈ വികലമായ, ഈ അപകടകരമായ ആശയം ഇന്ന് മുസ്ലിം ലോകത്ത് മുസ്ലിം സമുദായത്തെ അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള ആശയപ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള ഏത് മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള തീവ്രവാദ സംഘടനകളുടെ പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാലും ഇവിടെ ഇപ്പോ ഐസിസ് എന്ന് പറയുന്ന സംഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുസ്ലിം ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന പ്രചാരണം നടക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇവിടെ ഉസാമ ബിൻ ലാദനും അദ്ദേഹത്തിന്റെ അൽഖ്വയ്ദയുമായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ശ്രദ്ധാപരമായ ഏറ്റവും വലിയ ക്യാമ്പയിന്റെ വിഷയം. മുസ്ലിം സമൂഹത്തിൽ ഭീകരപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ. പക്ഷേ ഈ അടുത്ത ദിവസം ഈ അൽഖ്വയ്ദ എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ലോകത്ത് നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച്, അക്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നു, അൽഖ്വയ്ദ കൊല ചെയ്യപ്പെട്ട മനുഷ്യർ വിഭാഗം അവരിൽ 85% ആളുകളും കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളായിരുന്നു. അൽഖ്വയ്ദ എന്ന് പറയപ്പെടുന്ന ഇവർ മുസ്ലിം ഭീകരവാദ സംഘടനയാണ്, ഇവർ ഇസ്ലാമിക ഖിലാഫത്ത് നടത്താൻ പോകുന്നവരാണ്, അമുസ്ലിങ്ങൾ അറുകൊല ചെയ്യുന്നവരാണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് ലോകത്തെ മീഡിയകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അൽഖ്വയ്ദ ലോകത്ത് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളിൽ 85% കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ളത് മുസ്ലിങ്ങളെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീകരവാദ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാരാണ്? അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാക്കൾ പോലും പരസ്യമായി പ്രസ്താവിച്ചു കഴിഞ്ഞു, ഐസിസ് എന്ന് പറയുന്ന സംഘടനയുടെ പിന്നിൽ അമേരിക്കയാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മുസ്ലിം സമൂഹത്തിനകത്ത് ഇതേപോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവരെ കൊണ്ട് മുസ്ലിങ്ങളെ തന്നെ അറുകൊല ചെയ്യിപ്പിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായത്തെ പരസ്യമായി വലിയ ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കുകയും അതിന്റെ ഉദാഹരണമായി ഇത്തരത്തിലുള്ള സംഘടനകൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന അതേ ആളുകൾ തന്നെ ഈ സമുദായത്തെ അറുകൊല ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ദയനീയമായ സംഗതി, ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് ആവശ്യമായ അക്രമങ്ങൾക്കും ഇതേപോലെയുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കും ആശയപരമായ വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബി പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ പിന്മുറക്കാരും. ആ ആശയത്തിന്റെ പ്രത്യേകതയാണ്, ആശയം സ്വീകരിച്ചു എന്നതിന്റെ പ്രത്യേകതയാണ് ലോകത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ. കേവലം എതിരാളികളെ അറുകൊല ചെയ്യുക മാത്രമല്ല, കേവലം അവരുടെ എതിരാളികളെ അല്ലെങ്കിൽ അവരുടെ ഖിലാഫത്തിന് അംഗീകരിക്കാത്തവരെ ജയിലടക്കുകയല്ല, തുറുങ്കിലടക്കുകയല്ല, അവരെ കൊല ചെയ്യപ്പെടുക മാത്രമല്ല, പൈതൃകമായി നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, വളരെ പൈതൃകത്തിന്റെ വലിയ ശേഷിപ്പായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്ബറകളും മസാറുകളും തകർത്തുകൊണ്ടിരിക്കുന്നു. വഹാബി മൂവ്മെന്റ് സൗദി അറേബ്യയിൽ നടത്തിയതും അങ്ങനെ തന്നെയായിരുന്നു.
വിശുദ്ധമായ മഹാരഥന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും അതിന്റെ തിരിച്ചറിയുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ബഹുമാന സൂചകമായി ഉണ്ടാക്കുന്ന അതിനു മുകളിൽ ശൗചാലയം സ്ഥാപിക്കുകയാണ് വേണ്ടത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചയാളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ ഐസിസിന്റെയും അൽ ഖ്വയ്ദയുടെയും മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇന്ന് ഇമാം നബവി തങ്ങളുടെ മഖ്ബറ തകർത്തുകൊണ്ടിരിക്കുന്നു, ഷെയ്ഖ് റിഫായി തങ്ങളുടെ മഖ്ബറ തകർത്തുകൊണ്ടിരിക്കുന്നു, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറ തകർത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇവരാണ് മുസ്ലിം സമൂഹത്തിൽ നവോത്ഥാനമുണ്ടാക്കിയത്, ഇവരാണ് ഇവിടെ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിച്ചത്, ഇവരാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടയിൽ ജീർണത വിഭാടനം ചെയ്യാനും വേണ്ടി, അന്ധവിശ്വാസത്തെ വിഭാടനം ചെയ്യാനും വേണ്ടി, അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി ശുദ്ധമായ തൗഹീദിന്റെ കാവൽക്കാരായി ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ പിന്മുറക്കാരും മുൻനിരക്കാരുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ. നാം ചിന്തിക്കണം, എന്തിനാണ് ഒരു മതസംഘടന, എന്തിനാണ് ഒരു മതനേതൃത്വം? പലരും ഇപ്പോഴും പറയാറുണ്ട്, മതസംഘടനകളെ കുറിച്ചൊക്കെ വളരെ അവജ്ഞയോടുകൂടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സമകാലികമായ സാഹചര്യങ്ങൾ നമുക്കിടയിലുണ്ട്. മതസംഘടനകൾ എന്ന് പറഞ്ഞാൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപവും ആരോപണം ഉന്നയിക്കാനുള്ള വിഭാഗമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയുന്ന വിഭാഗമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കുന്ന വിഭാഗമാണ്. അതിനേക്കാൾ അപ്പുറമൊന്നുമുള്ള ഒരു പ്രാധാന്യം മതസംഘടനകൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിൽ ഒരുതരം അരാഷ്ട്രീയവാദവും ഒരുതരം സംഘടനാ വിമുക്തിയും അതോടൊപ്പം ഇത്തരത്തിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും നന്മകളെയും ഒക്കെ തള്ളിപ്പറയാനുള്ള ഒരു പ്രത്യേകമായ തലത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇങ്ങനെ ദീനിന്റെ പ്രമാണങ്ങളെ സംശുദ്ധമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ സമുദായം വിശ്വാസപരമായും കർമ്മപരമായും ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനവും ഇത്തരത്തിലുള്ള നേതൃത്വവും നമുക്കിടയിൽ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരെയാണ് ഇവിടുത്തെ തീവ്രവാദികൾ കൊണ്ടുപോകുന്നത്. ആ ചെറുപ്പക്കാരെയാണ് ഇത്തരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള ഈ പ്രസ്ഥാനങ്ങൾ കൊണ്ടുപോകുന്നത്. നമുക്കറിയാമല്ലോ, ഇവിടെ മതസംഘടനകൾ ശരിയല്ല, പണ്ഡിതന്മാർ ശരിയല്ല, രാഷ്ട്രീയ പാർട്ടികൾ ശരിയല്ല. ഇനി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് രക്തസാക്ഷിത്വം വരിച്ച് സ്വർഗത്തിലേക്ക് നേരിട്ട് നടന്നു പോകുന്ന ഫോർമുല അവതരിപ്പിച്ച് ഒരു കൂട്ടർ രംഗത്ത് വന്നു. അവർ ഈ സമുദായത്തിൽ ചെയ്തു കൂട്ടിയ വൃത്തികേടിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൈവെട്ട് കേസിന്റെ ആ കോടതി വിധിയിലൂടെ നമ്മൾ കണ്ടത്. ഈ സമൂഹത്തിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്തുമ്പോ, എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുമ്പോ അതിന്റെ റിസൾട്ട് എന്താണ്, അത് ഈ സമൂഹത്തിനും രാജ്യത്തിനും ഉണ്ടാക്കി കൊടുക്കുന്ന ലാഭം എന്താണ് എന്ന് ഈ സമുദായത്തോട് ഇവർ വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. കണ്ണൂർ ജില്ലയിലാണല്ലോ നമ്മൾ കൂടിയിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടി പുന്നാട് പ്രദേശത്ത് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഭാഗം കാട്ടിക്കൂട്ടിയ ഓപ്പറേഷൻ കൊണ്ട് അവിടുത്തെ മുസ്ലിം സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി, ആ നാട്ടുകാർക്ക് എന്ത് നേട്ടമുണ്ടായി, ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി? അതിനേക്കാൾ അപ്പുറം നിരപരാധികളായ നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ പേരിൽ, ഉള്ളതിന്റെയും ഇല്ലാത്തതിന്റെ പേരിൽ കേസെടുക്കപ്പെട്ട് ഒരുപാട് കണ്ണീര് കുടിച്ച ഉമ്മമാരും സഹോദരിമാരും ബാക്കിയായി എന്നതിനേക്കാൾ അപ്പുറം ഈ സമുദായത്തിന് എന്ത് ലാഭം? ഈ സമുദായത്തിൽ ഭീതിയില്ലാത്ത, ഈ സമുദായത്തിൽ സുരക്ഷിത ബോധമുള്ള, അരക്ഷിതാവസ്ഥയില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ എന്താണ് ഈ സമൂഹത്തിന് സംഭാവന ചെയ്തത്? തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഒരു അധ്യാപകൻ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനിടയിൽ അദ്ദേഹം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തി. ആരും അതിനെ ന്യായീകരിക്കാൻ പോയിട്ടില്ല, ആരും അതിനെ ന്യായീകരിക്കാൻ പോയിട്ടില്ല. അങ്ങനെ സംഭവം, അങ്ങനെ വൃത്തികേട് ഒരു അധ്യാപകന്റെ ഭാഗത്ത് വന്നപ്പോ അതിന്റെ പേരിൽ അവിടെ പ്രതിഷേധം നടന്നു. തൊടുപുഴയിലും ഇടുക്കി ജില്ലയിലും തെക്കൻ കേരളത്തിലുമൊക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഇതിനെ ഒരു വൈകാരികമായ ദുർവീകരണത്തിലേക്ക് എത്താതെ, വർഗീയമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ വളരെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ ജില്ലാ കളക്ടർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ആ അധ്യാപകനെ ആ സ്ഥാപനത്തിൽ സസ്പെൻഡ് ചെയ്തു. ആ കോളേജ് അധ്യാപകൻ, അദ്ദേഹത്തിനെതിരെ മതസ്പർദ്ധ വളർത്തുന്നതിന്റെ പേരിൽ ക്രിമിനൽ കേസ് പ്രോസിക്യൂട്ട് ചെയ്തു. അദ്ദേഹത്തെ ജാമ്യം നിഷേധിക്കപ്പെടുന്ന തലത്തിലേക്കുള്ള ഒരു കേസ് അദ്ദേഹത്തിന്റെ പേരിലെടുത്തപ്പോ അദ്ദേഹം ഒളിവിൽ പോകേണ്ടി വന്നു. ആ മനുഷ്യനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോളേജ് അധികൃതരും ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരും പരസ്യമായി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറഞ്ഞു. തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട, തങ്ങളുടെ സ്ഥാപനത്തിൽപ്പെട്ട ഒരു അധ്യാപകന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട പ്രവർത്തനത്തിന്റെ പേരിൽ ഈ സമുദായത്തോട് മാപ്പ് പറയാൻ
അദ്ദേഹത്തിനെതിരെ കേസെടുത്തു, അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കി, അദ്ദേഹത്തിന്റെ പേരിൽ സമുദായത്തോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രാജ്യത്തിൽ ലഭ്യമായ നിയമവ്യവസ്ഥയനുസരിച്ചുകൊണ്ട് ആ മനുഷ്യനെ വളരെ കൃത്യമായ ശിക്ഷ നൽകാൻ ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ആ ഒളിവിൽ പോയ മനുഷ്യൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് വളരെ കടുത്ത വ്യവസ്ഥകളോടുകൂടി അദ്ദേഹം ജാമ്യത്തിലിറങ്ങി പുറത്തു വന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ഞായറാഴ്ച ദിവസം ചർച്ചിലേക്ക് പ്രാർത്ഥന നടത്താൻ വേണ്ടി പോയപ്പോ ഈ ജിഹാദ് നടത്താൻ വേണ്ടി ബൈഅത്ത് ചെയ്ത് രംഗത്ത് വന്ന ഒരുപറ്റം ആളുകൾ ഈ മനുഷ്യനെ വാഹനത്തിൽ പിടിച്ചിറക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റി ഈ ശിക്ഷയോടുകൂടി ആ അധ്യായം അവസാനിച്ചെങ്കിൽ ഒരു തെറ്റിന് ഒരു ശിക്ഷ എന്ന രീതിയിൽ ആ നിയമം കയ്യിലെടുക്കുന്നതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അത് അവസാനിക്കുമെങ്കിൽ അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. എന്താണുണ്ടായത്? ഈ കുറ്റവാളിയായ, ഈ കൊടും കുറ്റവാളിയായ ഒരു മനുഷ്യന് ഈ മാധ്യമങ്ങളും ഇവിടുത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളും ഇവിടുത്തെ എല്ലാ ആളുകളും അവസാനം ഒരു ഇരയുടെ പരിവേഷം നൽകി ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വലിയ ശിക്ഷാ നടപടി എന്ന പേരിലൊക്കെ രംഗത്ത് വന്ന ആളുകളുടെ പേരിൽ ഈ സമുദായത്തിന് വലിയ അപമാനം സഹിക്കേണ്ട ഗതികേടുണ്ടായി. തീർന്നില്ല. അതിന്റെ പേരിൽ ആ മനുഷ്യൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായി. വലിയൊരു തരം സഹതാപ തരംഗം സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ അവസാനം ആ മനുഷ്യൻ ഈ നാട്ടിലെ ഏറ്റവും മികച്ച സദ്വൃത്തനായിട്ടുള്ള സൽസ്വഭാവിയായിട്ടുള്ള ഒരു ഇരയുടെ സഹതാപത്തിന്റെ പരിവേഷമുള്ള ഒരു മനുഷ്യനായി മാറ്റപ്പെടുന്നു. അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഈ രാജ്യത്തെ കുറ്റവാളികൾ. നിങ്ങൾ ആലോചിക്കണം, ആ ശിക്ഷ വിധിച്ച സമയത്ത് മാധ്യമപ്രവർത്തകർ ടി ജെ ജോസഫിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഞാൻ എന്നോ അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്, അവരെ ശിക്ഷിച്ചാലും അതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വലിയ സഹതാപ തരംഗം സൃഷ്ടിക്കുന്ന ഒരാളായി ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ച ആ മനുഷ്യന് അത്തരത്തിൽ പരിവേഷം ഈ വിഭാഗം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ഇവർ വലിയ പ്രവാചക പ്രേമത്തിന്റെ പേരിലാണ് ഈ വൃത്തികേടുകളൊക്കെ ചെയ്തു കൂട്ടിയതെങ്കിൽ ഈ ചെയ്ത യഥാർത്ഥ കുറ്റവാളികളെ ഇന്നും നിയമത്തിന് മുമ്പിൽ ഹാജരാക്കിയിട്ടില്ല. അത്ര അഭിമാനത്തോടുകൂടി ഞങ്ങൾ വലിയൊരു ദൗത്യം നിർവഹിച്ചു, ഞങ്ങളുടെ പ്രവാചകന് വേണ്ടി ഞങ്ങളിതാ വലിയൊരു ജിഹാദ് നടത്തിയിരിക്കുന്നു, ഞങ്ങൾ വലിയൊരു ശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന അഭിമാനബോധമാണെങ്കിൽ ആ പൂർവ്വരംഗത്തിൽ അല്ലെങ്കിൽ ആ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വേണ്ടി നിയോഗിതരായ ആ ദൗത്യം നിർവഹിച്ച ആളുകൾ ഇന്നും നിയമത്തിന് മുമ്പിൽ ഹാജരായിട്ടില്ല. യഥാർത്ഥ പ്രതികളെ, യഥാർത്ഥ കുറ്റവാളികളെ, അല്ലെങ്കിൽ യഥാർത്ഥ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ പ്രവാചക സ്നേഹികളെ അവരെ ഒളിവിൽ പറഞ്ഞയച്ച് നിരപരാധികളായ ആളുകളെ കോടതിയിൽ ഹാജരാക്കി ആ നിരപരാധികളായ ആളുകൾക്ക് ഇന്ന് 10ഓളം ആളുകൾക്ക് ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് ഈ സംഘടന എന്ത് നേടി? ഈ സമുദായം എന്ത് നേടി? അതിനേക്കാളപ്പുറം ഈ സമുദായത്തിന് വലിയ അപമാനമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇവരൊക്കെ നടത്തിയത്. അവർ നേരത്തെ രാം ജത്മലാനി വഹാബി പ്രസ്ഥാനമാണ് ലോകത്ത് ഇസ്ലാമിക തീവ്രവാദത്തിന് ആശയപരമായ സംഭാവന നൽകിയത് എന്ന് പ്രസ്താവന ഇറക്കിയപ്പോ ആ വഹാബി മൂവ്മെന്റിനെ പ്രകീർത്തിച്ചുകൊണ്ട് തേജസ് പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇതേപോലെ മതത്തിന്റെ പരിവേഷം വെച്ചുകൊണ്ട്, മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഓരോ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള ഓരോ മതസംഘടനകൾക്കും തിരിച്ചറിയാൻ സാധിച്ചൊരു സത്യം, അവർക്ക് മനസ്സിലായി, ഈ പാരമ്പര്യത്തിനെതിർത്താൽ, പൈതൃകത്തെ എതിർത്താൽ, അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടാൻ കഴിയില്ല. ഇത് കേരളത്തിലെ എല്ലാ മതസംഘടനകൾക്കും അടുത്ത കാലത്ത് വന്നൊരു തിരിച്ചറിവാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഉസ്താദുമാർ പറയാറുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ വെച്ചുകൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ദീൻ, അവിടെയുള്ള സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ആ സ്വഹാബത്തിന്റെ തിരുമുഖത്ത് നിന്ന് ദീൻ നേരിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മുസ്ലിം ഉമ്മത്ത് താബിഈങ്ങളിലൂടെ, ഇമാമുമാരിലൂടെ, പണ്ഡിതന്മാരിലൂടെ, ആ സൂഫിപര്യന്മാരിലൂടെ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട പൈതൃകമായി ലഭ്യമായ ഈ വിശുദ്ധമായ ദീൻ, ആ പാരമ്പര്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടും പാരമ്പര്യത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും വിശുദ്ധമായ ദീനിനെ പരിചയപ്പെടുത്താറുള്ളത്.
പക്ഷേ ഇവിടെ വന്ന ബിദഈ പ്രസ്ഥാനങ്ങളൊക്കെ നേരെ തിരിച്ചാ പറഞ്ഞത്. മൗലാന മൗദൂദിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, പാരമ്പര്യത്തിന് ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ നവമുസ്ലിമാണ് ഞാൻ. പാരമ്പര്യത്തെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ പാരമ്പര്യത്തെ കൊണ്ട് എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ മുഖ്യധാരയിൽ ചാലകത്ത് കുഞ്ഞഹമാജി ഇവിടെ ബൈത്തുൽ സ്കൂൾ ഉണ്ടാക്കാൻ വന്ന ആളല്ല. ആ ഒരു പരിഷ്കരണ രീതി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ പരിഷ്കരിക്കപ്പെട്ട മദ്രസയിൽ പഠിപ്പിക്കേണ്ട അമലിയാത്ത് എന്ന പുസ്തകവും പാഠപുസ്തകവും ഇതേ ചാലകത്ത് കുഞ്ഞഹമാജി രചിച്ചിരുന്നു. ആ അമലിയാത്ത് പഠിപ്പിക്കാൻ ഇവയൊരിക്കലും സന്നദ്ധരല്ല. കാരണം ആ അമലിയാത്ത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആദർശത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പാഠപുസ്തകമാണ്. അടുത്ത കാലത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദിനെ കുറിച്ച് വലിയ സെമിനാറുകളുമായി ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു. അവ മഖ്ദൂമിൻ പാരമ്പര്യത്തെ അംഗീകരിക്കുന്ന ആളുകളാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദിനെ കുറിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഇവർ ആ പാരമ്പര്യത്തെയൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ് എന്നിവിടുത്തെ പുതിയ തലമുറ തെറ്റിദ്ധരിക്കും. പക്ഷേ ആ മഖ്ദൂം ഈ പരമ്പരയിൽ നിന്ന് കടന്നു വന്ന ആ തുഹ്ഫത്തുൽ മുജാഹിദീനെ കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുന്ന ആളുകൾ തങ്ങളുടെ മതപരമായ പ്രാഥമികമായ വിദ്യാഭ്യാസത്തിനു വേണ്ടി ആ മഖ്ദൂമിയൻ പാരമ്പര്യത്തിൽ വന്ന ഫത്ഹുൽ മുഈൻ എന്ന ലോകപ്രശസ്തമായ ഗ്രന്ഥത്തെ നിർദ്ദേശിക്കാൻ സന്നദ്ധമാണോ? അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ മഖ്ദൂമിന്റെ പേരിൽ ചരിത്രത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ഞങ്ങളൊക്കെ ഇതിന്റെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഖാദി മുഹമ്മദിന്റെ ഫത്ഹുൽ മുബീനെ കുറിച്ച് വലിയ ചർച്ചകളും സെമിനാറുകളും നടത്തുന്നു. ആ ഖാദി മുഹമ്മദിനാൽ വിരചിതമായിട്ടുള്ള മുഹീദ്ദീൻ മാലയെക്കുറിച്ച് ഇവർ മിണ്ടാനില്ല. അതിനെക്കുറിച്ച് അവർ സംസാരിക്കാൻ സന്നദ്ധരല്ല. പക്ഷേ ഖാദി മുഹമ്മദിനെ കുറിച്ചും മഖ്ദൂമിനെ കുറിച്ചും ചാലകത്തിനെ കുറിച്ചുമൊക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ പുതിയ തലമുറക്കിടയിൽ ഞങ്ങളും ഇതിന്റെയൊക്കെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ശീലം, പുതിയൊരു സംഘടനാ ശാസ്ത്രം ഇപ്പോൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ വേറെ കൂട്ടർക്ക് തോന്നി ഇപ്പൊ പുതിയൊരു സെമിനാറുമായിട്ട് ഇവിടുത്തെ പോപ്പുലർ ഫണ്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്. മമ്പുറം തങ്ങളുടെ ലോകം. അവർ മമ്പുറം തങ്ങളെക്കുറിച്ച് സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. മമ്പുറം തങ്ങൾ കേവലം ഒരു സമരനായകൻ മാത്രമല്ലായിരുന്നില്ല. മമ്പുറം തങ്ങൾക്ക് ഒരാദർശമുണ്ടായിരുന്നു, ഒരു വിശ്വാസമുണ്ടായിരുന്നു, ആചാരാനുഷ്ഠാന ക്രമങ്ങളുണ്ടായിരുന്നു. അതിലൂന്നിക്കൊണ്ട് ഒരു വലിയ ജനവിഭാഗത്തെ വിശ്വാസപരമായും കർമ്മപരമായും വഴി നടത്തിച്ച ഒരു മഹാപണ്ഡിതനാണ്, മഹാസയ്യിദായിരുന്നു മമ്പുറം തങ്ങൾ. മുസ്ലിം സമുദായത്തിനിടയിൽ അത്രയും സ്വാധീനം നേടിയ ഒരാളാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴും നമ്മുടെ മുതിർന്ന ഉമ്മമാർ അല്ലെങ്കിൽ വല്യപ്പമാരൊക്കെ അറിയാതെ വിളിച്ചു പോകും. എന്തെങ്കിലും അത്ഭുതപ്പെടുന്നത് കേട്ടാലൊക്കെ അറിയാതെ വിളിച്ചു പോകും മമ്പുറത്തെ തങ്ങളെ എന്ന് വിളിച്ചു പോകുന്നത് പാരമ്പര്യമായി മുസ്ലിം സമൂഹത്തിന്റെ ഒരു തേട്ടമാണ്. അത്രയും മുസ്ലിംകൾക്കിടയിൽ സ്വാധീനം നേടിയ മഹാന്മാരാണ്. അപ്പൊ അവരുടെ പേരിലൊക്കെ സെമിനാറുകളും സിമ്പോസിയങ്ങളൊക്കെ നടത്തിയിട്ട് ഞങ്ങളും ഇതിന്റെയൊക്കെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ബിദഈ പ്രസ്ഥാനക്കാരന്റെ ഇത്തരത്തിലുള്ള പുതിയ ചില ശീലങ്ങളും മറ്റോ കണ്ടപ്പോ വേറെ കൂട്ടർ തുടങ്ങി. വേറെ കൂട്ടർ പുതിയ അതേപോലെ കോപ്പി അടിച്ചുകൊണ്ട് പുതിയൊരു സംഘടനാ ശൈലി. ശംസുലുമൊക്കെ ഞങ്ങളാൾക്കാരാണ്, കണ്യത്ത് ഉസ്താദ് ഞങ്ങളാളാണ്. അങ്ങനെ കണ്യത്ത് ഉസ്താദ് ശംസുലുമയുടെ പൂർവികരായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുലമയുടെ പല പണ്ഡിതന്മാരെയും പേരൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവരുടെ പേരിൽ പ്രാർത്ഥന നടത്താൻ, അവരെ പേരിൽ മജ്‌ലിസുകൾ നടത്താൻ, അവരെ പേരിൽ അനുസ്മരണം നടത്തിക്കൊണ്ട് പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ശംസുലുലമക്കെതിരെ, കണ്യത്ത് ഉസ്താദിനെതിരെ, അതേപോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, പാണക്കാട് സാദാത്യങ്ങളെ പോലും വളരെ മോശമായി ചിത്രീകരിക്കാനും അവജ്ഞയോടുകൂടി തള്ളിക്കളയാനും വേണ്ടി അതിനുവേണ്ടി മാത്രം രംഗത്ത് വന്നൊരു വിഭാഗമാണിവർ. അതിനുവേണ്ടി മാത്രം രംഗത്ത് വന്നവർ. എന്താണ് ഇവരുടെ ജന്മവൈകല്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ സാഹചര്യം എന്താണ്? കണ്യത്ത് ഉസ്താദിനും ശംസുലുലമക്കും പാണക്കാട് സാദാത്യങ്ങൾക്കും ഒക്കെ മുകളിൽ
അവരുടെയൊക്കെ മുകളിൽ കയറി നിന്നുകൊണ്ട് അവരുടെയൊക്കെ മുകളിൽ നിന്ന് നിൽക്കുന്ന ഒരു മേൽക്കാതിയാവുക എന്ന സ്വപ്നമായിരുന്നു പലപ്പോഴും ഈ വിഭാഗീയമായ സാഹചര്യത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. ഈ 25 വർഷക്കാലം, ഈ കഴിഞ്ഞ 25 വർഷക്കാലം ആ ദൗത്യം, ആ ഒരു സ്വപ്നം സഫലമാക്കാൻ വേണ്ടി എന്തെല്ലാം വൃത്തികേടുകൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൂട്ടി, എന്തെല്ലാം വൃത്തികേടുകൾ. മഹല്ലുകൾക്ക് സമാന്തരമായിട്ട് മഹലുണ്ടാക്കി, മദ്രസകൾക്ക് സമാന്തരമായിട്ട് വേറെ മദ്രസ ഉണ്ടാക്കി, മദ്രസ പാഠപുസ്തകത്തിന് സമാന്തരമായിട്ട് വേറെ പാഠപുസ്തകം ഉണ്ടാക്കി, മദ്രസ സിലബസിന് സമാന്തരമായിട്ട് വേറെ സിലബസ് ഉണ്ടാക്കി, പള്ളികൾക്ക് സമാന്തരം വേറെ പള്ളി ഉണ്ടാക്കി, ഖാദിമാർക്ക് സമാന്തരമായിട്ട് വേറെ ഖാദി, എല്ലാത്തിനും സമാന്തരമായിട്ടുണ്ടാക്കി. എവിടെയെങ്കിലും ഒരു സ്വലാത്ത് മജ്ലിസ് ഉണ്ടെങ്കിൽ അതിന് സമാന്തരമായിട്ട് അതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് വേറെ സ്വലാത്ത് മജ്ലിസ്. എവിടെയെങ്കിലും കുറച്ച് സാധുക്കൾ ഒരു ഭാഗത്ത് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മജ്ലിസ് ഉണ്ടെങ്കിൽ അതേ വ്യാഴാഴ്ച അതേ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അതിന് തൊട്ടപ്പുറത്ത് കെട്ടിടത്തിൽ വേറെ ദിക്ർ മജ്ലിസ്. എല്ലാത്തിനും സമാന്തരം. മക്ബർക്ക് സമാന്തരമായിട്ട് വേറെ മക്ബർ ഉണ്ടാക്കാൻ പറ്റൂല, പക്ഷെ ഒരു വിട്ടില്ല, മക്ബർക്ക് സമാന്തരമായിട്ട് തൊട്ടപ്പുറത്ത് വേറൊരു നേർച്ചപ്പെട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ വേറെ ആണ്ട് നേർച്ചുണ്ടാക്കി. എങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ സമാന്തര പ്രവർത്തനം നടത്തി ഭിന്നിപ്പും ചൂഷണവും നടത്താൻ ശ്രമമോ അതെല്ലാം ചെയ്തു. എന്നിട്ടും ജനങ്ങൾക്കിടയിൽ സ്വാധീനവും അംഗീകാരവും നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് വന്നപ്പോഴാണ് അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും കച്ചവടക്കാക്കുന്ന വൃത്തികെട്ട ശൈലിയിലേക്ക് ആ വിഭാഗം എത്തിയത്. അവിടെയും പരാജയപ്പെട്ട് തോറ്റ് തൊപ്പിയിട്ട ഒരു സമയം എത്തിയപ്പോഴാണ് അവസാനം ഈ മറ്റു വിദായി പ്രസ്ഥാനങ്ങളൊക്കെ സ്വീകരിക്കുന്ന ആ ഒരു മാർഗം ഇപ്പൊ കൂപ്പിടിച്ചു. ശംസുലുമന്റെ സ്വന്തക്കാരായിട്ട് രംഗത്ത് വരിക, കണ്ണിയത്ത് ഉസ്താദിന്റെ സ്വന്തക്കാരായിട്ട് രംഗത്ത് വരിക, പാണക്കാട് സാദാത്യങ്ങളുടെ സ്വന്തക്കാരായിട്ട് രംഗത്ത് വരിക. നടക്കാട് സാദാത്യങ്ങൾ വലിയ ഐക്യത്തിന്റെ ആളുകളാണ്. അവർ സുന്നികൾ ഐക്യമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആളുകളായിരുന്നു. ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സുന്നികൾ തമ്മിൽ ഐക്യമുണ്ടാകണമെന്ന് പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് ഹൈദർ തങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം. പാണക്കാട് സാദാത്യങ്ങളുടെ മഹത്വമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൈദർ തങ്ങളെ നമുക്കൊന്ന് കാലിയാക്കിയാലോ? പറ്റൂല, രാഷ്ട്രീയക്കാരനാണ്. കാലിയാക്കാൻ പറ്റൂല, പ്രസിഡന്റാക്കാൻ പറ്റൂല, ഉദ്ഘാടനത്തിന് പറ്റൂല. കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രം പറ്റുന്ന തങ്ങൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോവുക. എന്നിട്ട് പറയാം ഞങ്ങളും തങ്ങളും ഒന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുക മാത്രം കൈമുതലാക്കിക്കൊണ്ട് മതസംഘടനകളൊക്കെ ഒരു ഭാഗത്ത് ഈ രീതിയിലുള്ള വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് സത്യസന്ധരായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപറ്റം പണ്ഡിതന്മാരുടെ നേതൃത്വം അനിവാര്യമായും ഈ വർത്തമാനകാലത്ത് മുസ്ലിം സമുദായത്തിന് ആവശ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാകും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും ഇവിടുത്തെ ഏത് മതസംഘടനകളാണെങ്കിലും അവർക്ക് തുടക്കകാലത്ത് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും ഇടക്കിടക്ക് മാറ്റി പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തി. തൗഹീദിന്റെ നിർവചനം പോലും 5 കൊല്ലം കൂടുമ്പോൾ പുതുക്കി നിശ്ചയിക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടനയുടെ ആദർശം എന്താണ്? ആ സംഘടനക്കകത്ത് പോലും തൗഹീദിന്റെ വ്യാഖ്യാനം തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസപരമായും കർമ്മപരമായും ഈ ഉമ്മത്ത് ഈ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് പറയാൻ ഇവർക്കൊക്കെ എന്ത് അർഹതയാണുള്ളത്? ഈ രീതിയിൽ കേരളത്തിലെ മതസംഘടനകളെല്ലാം ആശയപ്പാപ്പരത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെയാണ് 90 വർഷം കഴിയുമ്പോഴും യാതൊരു പഴഞ്ചൻ സ്വഭാവം അവരാക്ഷേപിക്കപ്പെടുന്ന ആ പഴഞ്ചൻ സ്വഭാവം എന്നത് അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് യാതൊരു മാറ്റിത്തിരുത്തലുകൾക്കും വിധേയമാവാത്ത വിധം, യാതൊരു മാറ്റിപ്പറച്ചിലുകൾക്കും വിധേയമാകാത്ത വിധം, ഒരു ഫത്വകളും പിൻവലിക്കേണ്ട ഗതികേടില്ലാത്ത വിധം സത്യസന്ധമായി ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന അന്തസ്സോടുകൂടിയുള്ള ഒരു നേതൃത്വമായി നമുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നത്. ആ പണ്ഡിതന്മാരുടെ ജീവിതകാലത്ത് അവർ നിർവഹിച്ച ദൗത്യം അള്ളാഹുവിന്റെ പ്രീതിപ്രകാരമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അതിന്റെ പ്രാമാണികമായ യാഥാർത്ഥ്യങ്ങളും ആധികാരികതയും മാത്രമല്ല, അവരുടെ മരണം പോലും അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായ നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന സംഗതിയാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ അവസാന കാലത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ മഹാനായ പാറന്നൂർ ഉസ്താദ് വരെ നീണ്ടു നിൽക്കുന്ന ആ ദീർഘമായ പരമ്പര സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ നയനിലപാടുകളും ഈ സമൂഹത്തിനിടയിൽ വിശദീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളായ ഈ പണ്ഡിതന്മാരൊക്കെയും അവരുടെ ജീവിതകാലത്ത് അവർ കാത്തു സൂക്ഷിച്ച ആദർശം 100% സത്യസന്ധവും അള്ളാഹുവിന്റെ പ്രീതിക്കനുസൃതമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിക്കൊണ്ട്
എന്നുള്ളത് അതിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമായി കൊണ്ടാണ് അവരുടെ മരണം പോലും നമ്മുടെ മുമ്പിൽ അത്ഭുതമായി, ഒരു വിസ്മയമായി. മരണമെന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസത്തിന് സൗന്ദര്യമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാരുടെ മരണത്തിനാണെന്ന് ആലങ്കാരികമായിട്ടല്ല, യാഥാർത്ഥ്യബോധത്തോടുകൂടി തിരിച്ചറിയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ എല്ലാ തിളക്കമാർന്ന, എല്ലാ അഭിമാനകരമായിട്ടുള്ള അന്തരീക്ഷവും എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ, ഈ പ്രസ്ഥാനത്തെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ വളർന്നുവരുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഒക്കെ അതിന്റെ പ്രവർത്തകരാക്കി, അതിന്റെ അനുയായികളാക്കി, അതിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി നമ്മുടെ മഹല്ല് മദ്രസ സംവിധാനങ്ങളെയും നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെയും ഒക്കെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാൻ നിരന്തരമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഈ ദൗത്യം, ഈ സുന്ദരമായ, സമ്പൂർണമായ, ഈ ഐശ്വര്യപൂർണമായിട്ടുള്ള ഈ സംവിധാനം ഇന്ന് അള്ളാഹു നമ്മുടെ കരങ്ങളിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ സമ്പൂർണതയോടുകൂടി, ഈ ഐശ്വര്യത്തോടുകൂടി ഇത് അടുത്ത തലമുറക്ക് കൈമാറുക എന്ന ചരിത്രപരമായ ദൗത്യം നിർവഹിക്കപ്പെടുന്നിടത്ത് എനിക്കും നിങ്ങൾക്കും പാഴ്ച പറ്റിയാൽ നാം അടുത്ത തലമുറയോടാണ് നീതികേട് ചെയ്യുന്നത്. അതിനേക്കാളപ്പുറം നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്ന തിരിച്ചറിവോടുകൂടി ആ വഴിയിലൂടെ സഞ്ചരിക്കാനും അവരെ പോലെ അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയമായിട്ടുണ്ട്. എല്ലാവരും ദഅവത്തിനൊരു കൈത്താങ്ങ് എന്ന നമ്മുടെ ആ ഫണ്ട് ശേഖരണവുമായി പരമാവധി സഹകരിക്കണമെന്ന് മാത്രം ഉണർത്തി ഇതിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദിക്ക് വേണ്ടി കൺവീനറെ ക്ഷണിക്കുന്നു.